രണ്ടാമത്തെ ഏറ്റവും പരമപ്രധാനമായ ശത്രുവാണ് അറിവില്ലായ്മ എന്ന് പറയുന്നത്. അറിവില്ലായ്മ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഏറ്റവും പരമപ്രധാനമായ ഒരു ശത്രുവാണ് അറിവില്ലായ്മ. അതുകൊണ്ട് അറിവില്ലാത്തവരാകല് ആത്മീയർ എങ്ങനെയുള്ളവരാണ്? അറിവുള്ളവരാണ് ആത്മീയർ. ആ അറിവെന്ന് പറയുന്നത് ഹെഡ് നോളജ് അല്ല, ബുദ്ധിയുടെ അറിവല്ല. ആ അറിവെന്ന് പറയുന്നത് സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും മാനുഷികമായി ലഭിക്കുന്നതായ അറിവല്ല. പകരം ആ അറിവ് എന്ന് പറയുന്നത് ആത്മീയമായ അറിവാണ്. ദൈവത്തിൻ്റെ റെവലേഷൻ നോളജ്, ദൈവത്തിൻ്റെ വെളിപ്പാടിൻ്റെ ജ്ഞാനം. അതിൻ്റെ മറ്റൊരു പേരാണ് ദൈവിക ജ്ഞാനം അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള പരിജ്ഞാനം, പ്രൊഫറ്റിക് നോളജ് എന്നൊക്കെ പറയാം. 3 പദങ്ങൾ ഞാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ ജ്ഞാനം, ക്രിസ്തുവിലുള്ള പരിജ്ഞാനം, ദൈവത്തിലുള്ളതായ പ്രവചന ജ്ഞാനം. ഇത് 3 ഒരുമിച്ച് നിൽക്കത്തുള്ളൂ. വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ് ആൻഡ് ഗിഫ്റ്റ് ഓഫ് പ്രോഫസി. ഇത് 3 ഒരുമിച്ച് നിൽക്കത്തുള്ളൂ. ഇങ്ങനെയുള്ളതായ 3 പ്രധാനപ്പെട്ട അറിവുകൾ. ഈ അറിവാണ് പല പ്രിയപ്പെട്ടവരെ എന്നല്ല എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവിക വിടുതലിലേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ എത്തിക്കുന്നത് ഈ ജ്ഞാനമാണ്. എന്നാൽ പല സന്ദർഭങ്ങളിൽ ഈ അറിവില്ലായ്മയിലായിരിക്കുന്നെങ്കിൽ അജ്ഞതയിലാണ് ജനമായിരിക്കുന്നത്. അറിവില്ലാത്തതായ ജനം, വിദ്യാഭ്യാസമില്ല, അറിവുകൾ ലഭിക്കുന്നില്ല, എങ്ങനെയാ ലോകമായിരിക്കുന്നത്, മനുഷ്യൻ എങ്ങനെയാ ജീവിക്കുന്നത് എന്ന് വടക്കേ കൊറിയ ആകട്ടെ അല്ലെങ്കിൽ സൗദി അറേബ്യ ആകട്ടെ, അവിടെയെല്ലാം മീഡിയ സെൻസർ ചെയ്ത് മനുഷ്യൻ്റെ കണ്ണ് കെട്ടി വായും കെട്ടി അങ്ങനെയായിരിക്കുന്ന സമൂഹങ്ങളായിരിക്കുന്ന ജനം സ്തോത്രം അറിവില്ലായ്മയുടെ അജ്ഞതയുടെ ഇരുട്ടിലാണായിരിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കയ്യിൽ വേദപുസ്തകവും മറ്റേ കയ്യിൽ വിദ്യാഭ്യാസ സൗകര്യമായി വർഷങ്ങൾക്ക് മുമ്പ് മിഷണറിമാർ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അന്ധകാരത്തിൽ ഇരുന്നതായ ജനം അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങളല്ല നമുക്ക് അറിവ് പകർന്ന് നൽകിയത്. ഇവിടെ കാണുന്നതായ സ്കൂളുകൾ, കോളേജസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ സ്ഥാപിച്ചതായ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് നമ്മൾ കടപ്പെട്ടവരാണ്. അറിവ് അത് വിടുതലാണ്. എന്നാൽ ആത്മീയമായി അതുപോലെ തന്നെ നമുക്ക് അറിവുണ്ട്. ദൈവവചനം ആത്മീയ അറിവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഹോശിയ പ്രവചനം 4-ാം അധ്യായം 6-ാം വാക്യം. ഹോശിയ 4:6 വായിക്കുമ്പോൾ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ നോക്കി പറയുന്നു. ഫോളോഡ് ബൈ സദൃശവാക്യങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. സദൃശവാക്യം 29-ാം അധ്യായം 18-ാം വാക്യം വായിക്കുന്നതിന് മുൻപ് ഹോശിയ 4:6 വായിക്കണമേ. പരിജ്ഞാനമില്ലായ്കയിൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനമില്ലായ്കയിൽ ദൈവത്തിൻ്റെ ജനം നശിച്ചു പോകുന്നു. അവിടെ പറയുന്നത് സ്തോത്രം ദൈവിക പരിജ്ഞാനം. വീണ്ടും കടന്നു വന്നാട്ടെ. സ്തോത്രം സദൃശവാക്യങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. സദൃശവാക്യം 29:18 വായിക്കുമ്പോൾ വെളിപ്പാടില്ലാത്തടുത്ത് ജനം നശിച്ചു പോകുന്നു. ഞാൻ നേരത്തെ 3 പദങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. ജ്ഞാനം, പരിജ്ഞാനം, പ്രവചനം. ഇത് 3 കൂടെ ഒരുമിച്ച് നിന്നാൽ അതിൻ്റെ പേരാണ് വെളിപ്പാട്. ഒരിക്കൽ കൂടെ, ജ്ഞാനം, പരിജ്ഞാനം, വെളിപ്പാട്. ഒരു കയറിൻ്റെ 3 പിരികൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ അത് ദൃഢതയുള്ളതായ ഒരു കയറായി തീരുന്നത് പോലെ ജ്ഞാനം, പരിജ്ഞാനം, പ്രവചനം ഇത് 3 ഒരുമിച്ചേ നിൽക്കത്തുള്ളൂ. അവിടെ വെളിപ്പെടുന്നത് വെളിപ്പാടിൻ്റെ ജ്ഞാനമാണ്. സോ ഇവിടെ ഇതാ പരിജ്ഞാനമില്ലാകിയാൽ ജനം മര്യാദ കെട്ട് നടക്കുന്നു, വെളിപ്പാടില്ലാത്തത് ജനം മര്യാദ കെട്ട് നടക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ പറയുന്നു, where there is no vision the people cast into restraint. That means where the people shall perish. എവിടെയാണോ ദർശനമില്ലാത്തത് അവിടെ ജനം നശിച്ചു പോകുന്നു. യെശയ്യാവും അങ്ങനെ തന്നെ പറയുന്നു. 5-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അറിവില്ലാത്ത ജനം നശിച്ചു പോകുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. അങ്ങനെ യെശയ്യാ 5:13 അങ്ങനെ എൻ്റെ ജനം അറിവില്ലായ്കയിൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുന്നു, അഥവാ ബന്ധനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു, അടിമത്തങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. കാര്യം എന്ത്? അറിവില്ല എങ്കിൽ നിങ്ങൾ ബന്ധനത്തിലാണ്, നിങ്ങൾ ഉപരോധത്തിലാണ്, നിങ്ങൾ ശത്രുവിൻ്റെ ആവനാടിയിൽ, ശത്രുവിൻ്റെ കാരാഗ്രഹത്തിൽ നിങ്ങളായിത്തീരുന്നു. അതുകൊണ്ട് അറിവില്ലായ്മ ഏറ്റവും വലിയൊരു ശത്രുവാണ്. പിശാച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശത്രുവാണ് അറിവില്ലായ്മ. എന്നാൽ മറുവശത്ത്
ദൈവികമായ അറിവ്, ദൈവികമായ വെളിപ്പാടാണ് ജനത്തെ ദൈവിക വിടുതലിലേക്ക് നയിക്കുന്നത്. ദൈവത്തിൻ്റെ ജനത്തെ വിടുതലിലേക്ക് നയിക്കുന്നത് അറിവാണ്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ കടന്നു വന്നു എന്നുള്ളതായ അറിവ്. ആഫ്രിക്ക പോയപ്പോൾ അവിടെ കുട്ടികൾ ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു. ആ പാട്ടിങ്ങനെയാണ്: എൻ്റെ ദൈവം വന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു, എൻ്റെ ദൈവം വന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. No one know he came. അവൻ വന്നത് ഞങ്ങൾ ആരും അറിഞ്ഞതേയില്ല. അവർ പാടുന്നു: My God came, no one know he came. ദൈവം വന്നത് അനേകർ അറിഞ്ഞില്ല, അവൻ വന്നത് ആരും അറിഞ്ഞില്ല. പക്ഷേ അടുത്ത സ്റ്റാൻസിൽ, അടുത്ത ലൈനിൽ ആ കുട്ടികൾ പാടുകയാണ്: പക്ഷേ എൻ്റെ ദൈവം എന്നെ തേടി വന്നു എന്ന് അറിവാൻ ദൈവം എനിക്ക് വലിയൊരു ഭാഗ്യം നൽകി. അതെ, ദൈവം എന്നെ തേടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നെന്ന് അറിവാൻ എനിക്ക് ഭാഗ്യം നൽകി. റോമർക്ക് ലേഖനം 10-ാം അധ്യായത്തിൽ തിരുവചനം പറയുകയാണ്. സ്തോത്രം. അതെ, 10-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ: പറയാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും. സ്തോത്രം. റോമർക്ക് ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയാതെ എങ്ങനെ കേൾക്കും, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും, അവർ കേട്ടിട്ടാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും. 15-ാം വാക്യം: ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും. അപ്പോൾ അയക്കപ്പെട്ടാൽ പ്രസംഗിക്കപ്പെടാൻ കേൾക്കപ്പെടണം. എന്താണ് കേൾക്കേണ്ടത്? ഏറ്റവും വലിയ മെസ്സേജ്. അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിച്ച ദൈവം എന്നെ തേടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. 1 തിമോഥെയോസ് ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം: ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ലൂക്കോസ് പറയുകയാണ് 19-ാം അധ്യായം 10-ാം വാക്യത്തില്: അതെ, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. സോ യേശു ഈ ലോകത്തിൽ വന്നു. അത് സ്തോത്രം. ആരാണ്ട് പറഞ്ഞു, ആരാണ്ട് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന്റെ പെർഫെക്ഷൻ കൊണ്ടല്ല ജനം വിശ്വസിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്: പ്രസംഗത്തിന്റെ ഭോഷത്വത്തിൽ സ്തോത്രം ജനത്തെ രക്ഷിക്കുന്നവനായ ദൈവം. പ്രസംഗത്തിന്റെ ഭോഷത്വത്തിൽ ജനത്തെ രക്ഷിക്കുന്നവനായ ദൈവം ആ വലിയ ദൂത് നൽകി അവരെ ആ അറിവിലേക്ക് നടത്തുകയാണ്. യേശു എനിക്ക് വേണ്ടി വന്ന് ഈ ക്രൂശിന്മേൽ മരിച്ചു. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ അവൻ എൻ്റെ രക്ഷകനാണ്. എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ ക്രൂശിന്മേൽ സ്തോത്രം തൂങ്ങി നിൽക്കുകയാണ്. വീണ്ടും മുന്നിൽ നിന്ന് നോക്കുമ്പോൾ he himself is the man of sorrow. അവൻ വ്യസനപാത്രമായി കാണപ്പെടുകയാണ്. എന്തുകൊണ്ട് വ്യസനപാത്രമായി കാണപ്പെടുന്നു? എൻ്റെ സ്തോത്രം ദുഃഖം അവൻ ഏറ്റെടുത്തപ്പോൾ അവന് വ്യസനപാത്രമായി. കാരണം അവൻ്റെ സ്തോത്രം അതെ വ്യസനത്തിൽ ഞാൻ സന്തോഷം പ്രാപിപ്പാൻ യേശു കർത്താവ് എൻ്റെ വ്യസനത്തെ എനിക്ക് വേണ്ടി ഏറ്റെടുത്തു. മാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തു അവൻ വിവസ്ത്രനായി കാൽവരി ക്രൂശിന്മേൽ തൂങ്ങി. കർത്താവ് യേശു വിവസ്ത്രനായി അവൻ കാൽവരി ക്രൂശിന്മേൽ തൂങ്ങപ്പെട്ടത് എന്തിനു വേണ്ടി? സ്തോത്രം. എൻ്റെ ലജ്ജകളെ അവൻ വഹിച്ചു. സോ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ എൻ്റെ പാപത്തെ, എൻ്റെ വ്യസനങ്ങളെ, എൻ്റെ ദുഃഖങ്ങളെ ഒക്കെ ക്രൂശിന്മേൽ കർത്താവ് യേശു ക്രിസ്തു വഹിച്ചു. ഇനി പിന്നിൽ നിന്ന് നോക്കിയാലോ, നിറയെ അടിപ്പിണരുകളാണ്. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യമാകാൻ അവൻ്റെ സ്തോത്രം പുറം മുഴുവൻ ഉഴവിച്ചാല് പോലെ അടിച്ചതാ കീറപ്പെട്ടിരിക്കുകയാണ്. ഇനി സൈഡിലേക്ക് നോക്കിയാൽ ഈ പാൻഡമിക് കണ്ടീഷനിലെല്ലാം യുഗങ്ങളെ പാറയാകുന്ന കർത്താവ് എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടത് ഇപ്പോൾ ലോകത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നതായ സകല വിഷമങ്ങളിൽ നിന്നും അത്ഭുതകരമായി ഞാൻ ഓടി രക്ഷപ്പെടുവാൻ തക്കണം യേശു കർത്താവ് തുറക്കപ്പെട്ടതായ ഒരു പാറയായി ഇതാ എൻ്റെ ജീവിതത്തിൽ കാണപ്പെടുകയാണ്. സോ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി, പിൻപിൽ നിന്ന് നോക്കുമ്പോൾ എൻ്റെ സൗഖ്യത്തിനായി, സ്തോത്രം സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എൻ്റെ സുരക്ഷിതത്തിനായി ഒക്കെ. സോ എത്രത്തോളം ക്രൂശിക്കപ്പെട്ട യേശു കർത്താവിനെ തരുമോ? സ്തോത്രം മോണിറ്റർ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു യേശുവിനെ എത്രത്തോളമാണോ ഞാൻ അറിയുന്നത്, ആ അറിവാണ് എൻ്റെ ജീവിതത്തിൽ വിടുതലായി തീരുന്നത്. എത്രത്തോളം യേശു കർത്താവിനെ ഞാൻ അറിയുന്നോ, ആ അറിവാണ് എനിക്ക് റെവലേഷൻ നോളജായി തീർന്ന്, എനിക്ക് വെളിപ്പാടിൻ്റെ അറിവായി തീർന്ന് എൻ്റെ ജീവിതത്തിന് വിടുതലായി തീരുന്നത്. ഒരിക്കലും മറക്കരുത്, ആ അറിവ് നമ്മുടെ ബുദ്ധിയല്ല തരുന്നത്, അധ്യാപകരല്ല തരുന്നത്. പകരം ആ അറിവ് ദൈവത്തിൻ്റെ
ആത്മാവാണ് ആ അറിവ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആ അറിവിൽ വർദ്ധിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് അറിവില്ലാത്തവരല്ല ദൈവജനം, കർത്താവിനെ അറിയുന്നവരാണ് ദൈവത്തിൻ്റെ ജനം. ഹല്ലേലൂയ. വലുത് കരങ്ങളെ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, കർത്താവെ ഞാൻ അറിയുന്നവനാകട്ടെ. പറഞ്ഞാട്ടെ, അറിവുള്ളവനാകട്ടെ. ഒരിക്കൽ കൂടെ, അറിവുള്ളവനാകട്ടെ. അങ്ങേ എനിക്ക് അറിയണം. പരിശുദ്ധാത്മാവേ, അറിവില്ലായ്മയിൽ നിന്ന് ദൈവിക അറിവിലേക്ക് എന്നെ നടത്തണമേ. അറിവില്ലായ്മ അതൊരു പാപമാണ്. അറിവില്ലായ്മ അതൊരു പാപമാണ്. ഒരു ഗ്ലാസ് വെള്ളം ആരെങ്കിലും തന്നു, അതിൽ വിഷം കലക്കിയിട്ടുണ്ട് എന്നിരിക്കട്ടെ. അതിൽ വിഷമുണ്ടെന്നറിയാതെ നമ്മൾ കുടിച്ചു. വിഷം അതിലുണ്ടെന്നറിയാതെ നമ്മൾ കുടിച്ചു, മരിക്കോ? വിഷമുണ്ടെന്ന് അറിയാതെ നമ്മൾ ആ വിഷം കലക്കിയതായ ആ വെള്ളം കുടിച്ചു, നമ്മൾ മരിക്കോ? നിശ്ചയമായിട്ട് മരിക്കും. കമോൺ, നിങ്ങൾ വെള്ളവും കുടിച്ചിട്ടില്ലേ? സ്തോത്രം. അതിൽ കലക്കിയിരിക്കുന്നതായ വിഷം ഉണ്ടെന്ന് അറിയാതെ കുടിച്ചാലും നമ്മൾ മരിക്കും. അപ്പോൾ അറിയാതെ ഞാൻ ആ വിഷം അറിയാതെയാണ് വെള്ളം കുടിച്ചത്, അതിൽ ഇന്ന കാര്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാലും അതിൽ നിന്നുള്ളതായ ഹാനികരം ഉണ്ടാകുന്നത് പോലെ അറിവില്ലായ്മയിൽ ജീവിക്കുന്നത് അത് അപകടമാണ്. അതുകൊണ്ട് സ്തോത്രം, ഉപരോധങ്ങളെ തരണം ചെയ്ത് ദൈവിക വിടുതലിലേക്ക് എത്തിച്ചേരുവാൻ തക്കോണം നമ്മൾ അറിവില്ലാത്തവരാകരുത്. പകരം ദൈവിക അറിവിൽ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ദൈവത്തിൻ്റെ വചനത്തെ ഉള്ളതുപോലെ അറിവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ ഉപരോധമാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് ശത്രുവായി നിൽക്കുന്ന രണ്ടാമത്തെ ഉപരോധമാണ് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. അവിശ്വാസം, അൺബിലീവ്, അവിശ്വാസം. എബ്രായർക്ക് ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം എന്ന് തിരുവചനം പറയുന്നു. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം. നല്ല ഹൃദയമുണ്ട്, വിശ്വാസ ഹൃദയം. നല്ല ഹൃദയമുണ്ട്, മനസ്സലിവിൻ്റെ ഹൃദയം. നല്ല ഹൃദയമുണ്ട്, ദൈവസ്നേഹമുള്ളതായ ഹൃദയം. എന്നാൽ ആ ഹൃദയത്തിൽ ദൈവസ്നേഹമില്ലാതെ, പരിശുദ്ധാത്മാവില്ലാതെ, വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും അവിടെ വ്യാപരിക്കുന്നത്? അവിശ്വാസമായിരിക്കും വ്യാപരിക്കുന്നത്. വെളിച്ചത്തെ നീക്കിക്കളഞ്ഞാൽ സ്തോത്രം ഇരുട്ടായിരിക്കും കടന്നു വരുന്നത് പോലെ വിശ്വാസത്തെ നീക്കിക്കളഞ്ഞാൽ അവിടെ വ്യാപരിക്കുന്നത് അവിശ്വാസമായിരിക്കും. അങ്ങനെ അവിശ്വാസം ഹൃദയങ്ങളിൽ വ്യാപരിച്ചാൽ അത് അവിശ്വാസത്തിൽ നിറഞ്ഞിരിക്കുന്ന എന്തോ ഹൃദയമായിരിക്കും? ദുഷ്ടഹൃദയം എന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് അവിശ്വാസം എന്ന് പറയുന്നത് വലിയ സ്തോത്രം, അതെ, വലിയ പ്രശ്നമുണ്ടാക്കുന്നതായ ഒരു കാര്യമാണ് അവിശ്വാസം. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ വലിയ വീര്യപ്രവൃത്തികൾ ഒന്നും ചെയ്യുവാൻ തക്കോണം കഴിഞ്ഞില്ല. കർത്താവ് നാസറേത്തിൽ കടന്നു വന്നപ്പോൾ ശുദ്ധ പരാജയം എന്നതുപോലെ യേശു കർത്താവ് ആയിരുന്നു. സ്തോത്രം. നാസറേത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കയ്യും നാവും കെട്ടിയിരുന്നത് പോലെ അവൻ മിണ്ടാതായിരുന്നു. കാര്യമെന്ത്? യേശു കർത്താവ് സ്തോത്രം സ്വന്തം സ്ഥലത്തേക്ക് കടന്നു വന്നപ്പോൾ അവർ അവിശ്വസിക്കുന്നവരായിരുന്നു. ഇന്നും അതുപോലെ ദൈവത്തിന്റെ സഭയിൽ വലിയൊരു കൂട്ടം അവിശ്വാസികളാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസികൾ മാത്രമല്ല, ഈവൻ ദൈവത്തിന്റെ ദാസന്മാർ എന്ന് പറയുന്നവർ പോലും വലിയ അവിശ്വാസികളാണ്. അവർ രോഗശാന്തിയിൽ വിശ്വസിക്കാത്തവരുണ്ട്, വിടുതലിൽ വിശ്വസിക്കാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അത്ഭുതങ്ങളെ വിശ്വസിക്കാതെ ഇരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവത്തിന്റെ ദാസൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. സ്തോത്രം. ട്രിവാൻഡ്രത്തല്ല, മറ്റൊരു സ്ഥലത്ത്. അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത്? ബ്രദർ PG വർഗീസിനെ കുറിച്ച് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, പിന്നെ പുള്ളി എഴുതുന്നതൊക്കെ അങ്ങ് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, അതെങ്ങനെയാ പാസ്റ്റർക്ക് പറയാൻ പറ്റുന്നേ? അത് അദ്ദേഹത്തിന് സ്റ്റൗവിൽ മണ്ണെണ്ണ ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ കുലുക്കി മണ്ണെണ്ണ ഉണ്ടാക്കി അദ്ദേഹം തീ കത്തിച്ചെന്ന്. എങ്ങനെയാ കുലുക്കി മണ്ണെണ്ണ ഉണ്ടാക്കി ആ സ്റ്റൗവിനെ കത്തിച്ചു എന്ന് തനിക്ക് പറയാൻ കഴിയുന്നത്? ഞാൻ ആ പാസ്റ്റർ എൻ്റെ ഉണ്ട കണ്ണുകൊണ്ട് നന്നായി ഒന്ന് തുറിച്ചു നോക്കിയിട്ട് ചോദിച്ചു, താൻ വിശ്വസിക്കുന്നുണ്ടോ 5 അപ്പം കൊണ്ട് 5000 പേരെ കർത്താവ് പോഷിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നോ? അത് കർത്താവല്ലയോ? ഞാൻ പറഞ്ഞു, ഇത് കർത്താവിന്റെ ദാസൻ PG വർഗീസ് അല്ലയോ? എന്നയിൽ വിശ്വസിക്കുന്നവന് ഞാൻ ചെയ്തതിലും അധികം ചെയ്യുമെന്ന് പറഞ്ഞതായ കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ദാസനോടോ സംഭവിക്കും. അന്ന് അത് നടന്നു എങ്കിൽ ഇന്ന് ഇതും നടക്കും, ഇതിനേക്കാൾ വലുത് നാളെയും നടക്കും. പക്ഷേ അത് വിശ്വസിക്കണം. വിമർശനങ്ങൾ മാറ്റിവെച്ച് വിശ്വസിക്കണം. വിമർശിക്കുന്നവന്റെ മേലല്ല ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നത്.
മാർഗിടുന്നതിന്റെ മേലല്ല ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നത്, വിശ്വസിക്കുന്നതിന്റെ മേൽ ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നു. അതുകൊണ്ട് അവിശ്വാസം മാറിപ്പോകട്ടെ. രോഗശാന്തിയിൽ വിശ്വസിക്കാത്ത പ്രീച്ചേഴ്സ് ഉണ്ട്. അത്ഭുതങ്ങൾക്കെതിരെ സംസാരിക്കുന്ന അവിശ്വാസികളായ ഉപദേശിമാരുണ്ട്. രോഗശാന്തിയും അത്ഭുതം വേണ്ടെന്ന് പറയുന്ന അവിശ്വാസികളാകുന്ന പ്രാസംഗന്മാരുണ്ട്. ഞാൻ ദയവായി പറയുന്നു, നിങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ അങ്ങനെയുള്ള പരീക്ഷന്മാരെ കേട്ടല്ല. ദൈവശക്തിയെ വിശ്വസിക്കാത്ത അവിശ്വാസികൾ. തോമസ് എന്ന അപ്പോസ്തലനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് കേൾക്കണമേ. തോമസ് എന്ന അപ്പോസ്തലനെ കുറിച്ച് ദൈവവചനം പറയുകയാണ്. എവിടെ? യോഹന്നാൻ സുവിശേഷം നിങ്ങൾ വായിക്കുമ്പോൾ 20-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. സ്തോത്രം. തോമസ് എന്ന അപ്പോസ്തലനെ കുറിച്ച് സ്തോത്രം കർത്താവ് പറയുകയാണ്. യോഹന്നാൻ 20:27. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക. അവസാന സെന്റൻസ് നമുക്കൊന്ന് ഒരുമിച്ച് പറയാം. പറഞ്ഞാട്ടെ, അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക. അപ്പൊ നിങ്ങൾ വിശ്വാസി എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്തോത്രം അതെ അവിശ്വസിക്കരുത്. ദൈവത്തിന്റെ ശക്തിയെ, ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ വിശ്വസിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ വിശ്വസിക്കുന്നത് എന്താണോ അതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന മാത്രമേ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ ഈ ദൂതിൻ്റെ ആരംഭത്തിലേ പറഞ്ഞു, ക്രിയേറ്റീവ് മിറക്കിൾ, വളഞ്ഞിരിക്കുന്ന കാല് നേരെയാകുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ട്യൂമറുകൾ അപ്രത്യക്ഷമാകും. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയും ദൈവകൃപയാൽ നമ്മൾ ഈ സ്തോത്രം പ്രാർത്ഥനയിൽ നാം ആയിരിക്കുമ്പോൾ ഫൈബ്രോയിഡുകൾ മറയും. ഇന്ന് രാത്രിയിലും അടഞ്ഞിരിക്കുന്ന ഗർഭപാത്രങ്ങൾ തുറക്കും. ഇന്ന് രാത്രിയിൽ നൂറുകണക്കിന് രോഗികളെ കർത്താവ് സൗഖ്യമാക്കും. ഇന്ന് രാത്രിയും ബന്ധനങ്ങൾ തകരും. ഇന്ന് രാത്രിയും ക്ഷുദ്ര പ്രയോഗങ്ങൾ പരിശുദ്ധാത്മാവിന്റെ തീയിൽ എരിഞ്ഞു ചാരമാകും. ഇന്ന് രാത്രി മന്ത്രവാദി തിരിച്ചറിയും, അവൻ അയച്ച ദുർഭൂതങ്ങളെക്കാൾ നിന്റെ കർത്താവ് എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. സോ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. എന്ത് വിശ്വസിക്കുന്നോ അതാണ് നമ്മൾ കൺഫസ് ചെയ്യുന്നത്. ഒരുവന്റെ വിശ്വാസം എന്തെന്നറിയണമെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്നതായ നോട്ട് പുസ്തകമല്ല തട്ടിത്തെറിപ്പിച്ച് മേടിച്ചു നോക്കേണ്ടത്. അവന്റെ വായിലെ വാക്കുകൾ നോക്കിയാൽ മതി. ആ പാസ്റ്റർ വായിലെ വാക്ക് നോക്കിയാൽ മതി. അവൻ രോഗശാന്തി വിശ്വസിക്കുന്നു, അവൻ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ വിശ്വസിക്കുന്നു എന്നവന്റെ അധരത്തിലെ സ്തോത്രം അതേ വാക്കുകൾ നോക്കിയാൽ മതി. കാരണം ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് സംസാരിക്കുന്നത്. വിശ്വാസം ഇരിക്കുന്നത് അലമാരയിലല്ല, വിശ്വാസം ഇരിക്കുന്നത് പേഴ്സിലല്ല, വിശ്വാസം ഇരിക്കുന്ന ഹൃദയത്തിലാണ്. വിത്ത് അബണ്ടൻസ് ഓഫ് ഹാർട്ട് ദ മൗത്ത് വിൽ സ്പീക്ക്. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ് സംസാരിക്കും. ഒരു വിശ്വാസിയുടെ, ഒരു ദൈവപൈതലിന്റെ ഹൃദയത്തിന്റെ നിറവിനാൽ വായ് പേശും. തമിഴിൽ പറഞ്ഞാൽ സ്തോത്രം, ഹൃദയത്തിന്റെ നിറവിനാൽ വായ് ദൈവത്തിന്റെ കൃപയാൽ സംസാരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന അപേക്ഷകളുണ്ടെങ്കിൽ അയപ്പൻ ദൈവത്തിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രിയും ദൈവകൃപയാൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് എന്താണോ ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ പറഞ്ഞാട്ടെ, ഒരു പൊട്ടനെ പോലെ വിളിച്ചു പറഞ്ഞാട്ടെ. എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസ പ്രഖ്യാപനം നടത്തിയാട്ടെ. ആ വിശ്വാസ പ്രഖ്യാപനത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. കാരണം ദൈവം പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു. ദൈവം കൽപ്പിച്ചു, അങ്ങനെ തന്നെ സ്ഥാപിതമായി. വീടിനെ നോക്കി, സാഹചര്യങ്ങൾ നോക്കി വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തുക. അവിശ്വാസികൾ പ്രഖ്യാപിക്കുന്നില്ല. അവിശ്വാസികൾ പറയുന്നത് നെഗറ്റീവായി, തിന്മയാണ് പറയുന്നത്. പഠിക്കാൻ ബുദ്ധിയില്ല, സാഹചര്യം മോശമാണ്, ശരിയാകത്തില്ല, ഒന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അവിശ്വാസികൾ തിന്മയുടെ വർത്തമാനം പറയുമ്പോൾ വിശ്വാസികൾ പറയുന്നത് അത്ഭുതമായിരിക്കും പറയുന്നത്. ചിലർ പറയും പറഞ്ഞിട്ടെന്തോ എടുക്കാൻ. അങ്ങനെ പറയാതിരിക്കുന്ന ഒരാളിനെ എനിക്ക് ഓർമ്മ വരുന്നു. അവന് പറയത്തില്ല, പുള്ളിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ വിറച്ചേ ഇരിക്കത്തുള്ളൂ. അവന് വിശ്വസിച്ച് പറയത്തില്ല, വിറക്കത്തേ ഉള്ളൂ. അവന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ആരാണ്? അവന്റെ പേരാണ് സാത്താൻ. സാത്താൻ വിശ്വസിക്കുന്നു, പക്ഷെ പറയുന്നില്ല, വിറയ്ക്കുന്നു. സ്തോത്രം. അവന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ചിലർ വിശ്വസിക്കുന്നു, പക്ഷെ വിറക്കുകയാണ്, വൈബ്രേറ്റ് ചെയ്യുന്നു. സ്തോത്രം. അവരെ വരെ വിശ്വാസി എന്നല്ല, പകരം ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ പറയണം. ആ വിശ്വാസ പ്രഖ്യാപനത്തിലാണ് വലിയ ശക്തി വെളിപ്പെടുന്നത്. പ്രൊക്ലമേഷൻ എഴുതികട, എൻ്റെ പ്രഖ്യാപനത്തിൽ വലിയ ശക്തിയുണ്ട്. എല്ലാവരും സ്തോത്രം. എൻ്റെ പ്രഖ്യാപനത്തിൽ വലിയ ശക്തി ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് പ്രഖ്യാപിക്കണം. എന്താ പ്രഖ്യാപിക്കേണ്ടത്? ഓ വല്ലാത്ത മഴ, ഇന്നും മോശം എന്നല്ല പറയേണ്ടത്. ഇത് അനുഗ്രഹത്തിന്റെ ദിനം, ഇത് ജയത്തിന്റെ ദിനം, ഇത് അഭിഷേകത്തിന്റെ ദിനം. ചില ആത്മാക്കളോട് എനിക്ക് സുവിശേഷം പറവാൻ കഴിയുന്ന ദിനം, ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്ന ദിനം, ചിലരെ സൗഖ്യമാക്കുന്ന ദിനം, വാടികൾ തുറക്കുന്ന ദിനം, വാതിലുകൾ തുറക്കുന്ന ദിനം, ആത്മാക്കൾക്ക് ദൈവമായ കർത്താവ് എന്നെ അനുഗ്രഹമാക്കുന്ന ദിനം,
പ്രഖ്യാപിക്കണം. എൻ്റെ സഭയെ കർത്താവ് സംരക്ഷിക്കുന്ന ദിനം, എൻ്റെ ദൈവദാസനെ കർത്താവ് അനുഗ്രഹിക്കുന്ന ദിനം, ഇത് അഭിഷേകത്തിന്റെ ദിനമാണ്. പിശാച് തോൽക്കുന്ന ദിനം, സ്വർഗം തുറക്കുന്ന ദിനം, ദൈവമഹത്വത്തിന്റെ ദിനം. രാവിലെ എഴുന്നേറ്റ് പ്രഖ്യാപിക്കണം. പ്രഖ്യാപനത്തിന് വലിയ ശക്തിയുണ്ട്. പക്ഷെ ആ പ്രഖ്യാപനം അതരചർവണമാകരുത്. ഈ പാരമ്പര്യ സഭകളിൽ പോകുമ്പോൾ വളരെ നല്ലൊരു പ്രഖ്യാപനം അവിടെ നടത്താറുണ്ട്. വളരെ നല്ല പ്രഖ്യാപനമാണ്. അതിൻ്റെ പേരാണ് നിഖ്യാ വിശ്വാസ പ്രമാണം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആദിമസഭയിൽ കോൺസ്റ്റന്റൈൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതായ സമയത്ത് 316 ബിഷപ്പുമാർ ഒരുമിച്ച് ചേർന്ന് എഴുതി ഉണ്ടാക്കിയതാണ് സ്തോത്രം നിഖ്യാ വിശ്വാസ പ്രമാണം. വർഷങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് കാണാതെ പഠിച്ച് പറയുകയാണ് a+b² എന്ന് കാണാതെ പഠിച്ച് പറയുന്നത് പോലെ സർവശക്തനായ ദൈവമായ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ എക്സെട്രാ ഞാൻ പറഞ്ഞ തെറ്റായിരിക്കും, ദയവായി ക്ഷമിക്കുക, കാരണം കുറേ വർഷമായല്ലോ. സ്തോത്രം, അത് ബുദ്ധിയിൽ നിന്ന് പറയുന്നു. അതല്ല ഞാൻ പറയുന്നത്. ബുദ്ധിയിൽ നിന്ന് പറയുന്ന അക്ഷരം കൊല്ലുന്നു, എന്നാൽ ഹൃദയം നിറഞ്ഞു കവിയുന്ന ആത്മാവിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ പ്രഖ്യാപിക്കണം. അവിശ്വാസം വിട്ടുപോകട്ടെ, പകരം വിശ്വാസം നിറയട്ടെ. വിശ്വാസം ഹൃദയത്തിൽ നിറയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം വെളിപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം നിങ്ങൾ വായിച്ചാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകം പറയുന്നു, സ്തോത്രമാകിയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ. ബാക്കി എല്ലാം പറയുന്നുണ്ടായിരിക്കും. വേർപാട് പറയുന്നുണ്ട്, വിശുദ്ധി പറയുന്നുണ്ട്, അപ്പോസ്തലിക കൽപ്പനകൾ പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷേ രോഗശാന്തി മാത്രം പറയുന്നില്ല. രോഗശാന്തിക്ക് എതിർക്കുകയാണ്. ബാക്കിയെല്ലാം വിശുദ്ധിയും വേർപാടും കർത്താവിൻ്റെ വരവും അതിനപ്പുറവും സിയോൻ മലയും അതിൻ്റെ മുട്ടക്കുന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ സ്തോത്രം രോഗശാന്തി എതിർക്കുക. കൃപാവരമുള്ളവന്മാരെ കണ്ടാൽ അവന്മാരെ, കൃപാവരമുള്ള ശുശ്രൂഷകന്മാരെ കണ്ടാൽ അവന്മാരെ കൊല്ലാൻ നടക്കുക. സ്തോത്രം, അതെ, ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റി എന്നാണ് തിരുവചനം പറയുന്നത്. ഒരിക്കൽ കൂടെ, ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റി. അതൊരു മാല പോലെയാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ഒരു കല്ലമാല പോലെ. എൻ്റെ ത്രെഡ്, എൻ്റെ നൂല് പൊട്ടിപ്പോയാൽ സ്തോത്രം ആ മാല പൊട്ടിപ്പോയി, അല്ലാതെ ഒരു നാര് പൊട്ടിപ്പോയി, ഒരു നൂല് പൊട്ടിപ്പോയി എന്നല്ല പറയുന്നത്. അതുകൊണ്ട് ദൈവകൃപയാൽ ബാലൻസ്ഡ് ആയത് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാൻ അത്ഭുതം ഇല്ല, അത്ഭുതം വേണ്ട എന്നല്ല പറയേണ്ടത്. നിങ്ങൾ അംഗവൈകല്യമുള്ള വിശ്വാസികളാകല്ലേ, നിങ്ങൾ വൈകല്യമില്ലാത്ത വിശ്വാസികളായിരിക്കട്ടെ. കാരണം വൈകല്യമില്ലാത്ത സഭയെ ചേർപ്പാൻ യേശു കർത്താവ് കടന്നു വരുന്നു. മഹത്വത്തിന്റെ സഭയെ ചേർപ്പാൻ, വൈകല്യമില്ലാത്ത വിശ്വാസത്തെ സഭയെ ചേർപ്പാൻ യേശു കർത്താവ് കടന്നു വരുന്നു. നിങ്ങളുടെ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നില്ലായിരിക്കാം എന്ന് വിചാരിച്ച് സ്തോത്രം, അതേ, രോഗശാന്തി ഇല്ല എന്ന് വരുന്നില്ല. ഞാൻ ചെയ്യുന്നത് വേറൊരാൾ ചെയ്യാൻ പറ്റത്തില്ല, മറ്റൊരാൾ ചെയ്യുന്നത് എനിക്കും ചെയ്യാൻ തക്കോണം കഴിയത്തില്ല. ഓരോ വിരലുകൾക്ക് ഓരോ സൈസുള്ളതുപോലെ ഓരോ ശുശ്രൂഷകൾക്ക് ഓരോ തരത്തിൽ ദൈവം കൊടുത്തിട്ടുള്ള ഒരു ഏരിയയുണ്ട്. അതിൽ മാത്രമേ അവർക്ക് ദൈവത്തിൻ്റെ കൃപയാൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപയാൽ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സ്തോത്രം, നാൾ അറിവില്ലാത്തവരാകരുത്. പകരം സ്തോത്രം, അവിശ്വാസം നമുക്ക് വേണ്ട. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം തിരുവചനം പഠിപ്പിക്കുന്നു. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16-ാം അധ്യായം, മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ്, അതായത് ക്രൂശിൽ കരുതുന്നതിന് മുമ്പ് യേശു കർത്താവ് 100 കണക്കിന് സന്ദർഭങ്ങളിൽ ഭൂതങ്ങളെ ശാസിച്ച് പുറത്താക്കി. എന്നാൽ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ഭൂതത്തെയല്ല ശാസിച്ചത്. പകരം എന്താണ് ശാസിച്ചത്? അവർ വിശ്വസിക്കിയാൽ സ്തോത്രം അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും ശാസിച്ചു. ഇന്ന് കർത്താവ് ക്രൂശിന് ശേഷമാണ്, ക്രൂശിന് മുൻപല്ല, ക്രൂശിന് ശേഷമാണ് അവൻ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളിൽ കാണുന്ന സകല അവിശ്വാസങ്ങളെ ശാസിച്ചു മാറ്റട്ടെ. സ്നാനത്തിനെതിരെ, വേർപാടിനെതിരെ ഉള്ളതായ അവിശ്വാസങ്ങളെ, ദൈവത്തിന്റെ ശക്തിക്കെതിരെ ഉള്ളതായ അവിശ്വാസങ്ങളെ, ആ ദുഷ്ടഹൃദയത്തെ, ആ കല്ലായ ഹൃദയത്തെ കർത്താവ് മാറ്റി മാംസളമായ ഹൃദയത്തെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. ഉപരോധങ്ങളെ, പ്രതിരോധങ്ങളെ നമുക്ക് തരണം ചെയ്യാം. ഒന്നാമത്തെ പ്രതിരോധം അറിവില്ലായ്മ. രണ്ടാമത്തെ പ്രതിരോധം എന്ന് പറയുന്നത് സ്തോത്രം, അതെ, അവിശ്വാസം. മൂന്നാമത്തെ പ്രതിരോധം എന്ന് പറയുന്നത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തതായ പാപം. നിങ്ങൾക്ക് പലപ്പോഴും ശുഭതയില്ലാത്തത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തതായ പാപം. ഹല്ലേലൂയ. അൺകൺഫസ്ഡ് സിൻ.
ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തതായ പാപം, ഏറ്റുപറയാത്ത പാപം. സദൃശവാക്യം എങ്ങനെ പറയുന്നു? 28-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. സദൃശവാക്യം 28:13 വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകം പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അതുകൊണ്ട് ലംഘനങ്ങളെ എന്ത് ചെയ്യല്ല? മറയ്ക്കരുത്. പകരം എന്ത് ചെയ്യണം? അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. സ്തോത്രം. ഏറ്റുപറഞ്ഞ് കൊണ്ടു നടക്കണം എന്നല്ല, ഏറ്റുപറഞ്ഞ് പിന്നെയും ആവർത്തിക്കണമെന്നല്ല. വീണ്ടും അടുത്ത ഞായറാഴ്ച വന്ന് ഞാൻ ഭാവി കർത്താവെ, ഞാൻ ഭാവി, എന്നോട് കരുണ തോന്നണമേ. അടുത്ത ഞായറാഴ്ച വീണ്ടും വന്നിട്ട് കർത്താവെ, ഞാൻ ഭാവി, എന്നോട് കരുണ തോന്നണമേ. വീണ്ടും ജീവിതകാലം മുഴുവൻ എല്ലാ ഞായറാഴ്ചയും അന്തർവാഹിനി ക്രിസ്ത്യാനി പോലെ തിങ്കൾ മുതൽ ശനി വരെ പാപത്തിൻ്റെ അടിയിലും ഞായറാഴ്ച മാത്രം പള്ളിയിൽ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഞാൻ ഭാവി, എന്നോട് കരുണ തോന്നണമേ എന്ന് തള്ളണം എന്നല്ല ഞാൻ പറയുന്നത്. ഏറ്റുപറയുക, ഉപേക്ഷിക്കുക. ഏറ്റുപറയുന്ന പാപം, ഏറ്റുപറയാത്ത പാപം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഏറ്റു പറയുന്നില്ലെങ്കിൽ, സ്തോത്രം, ശത്രുവിന് നിങ്ങളുടെ ശുഭതയിലേക്ക് കടക്കാതെ വണ്ണം നിങ്ങളെ പിടിച്ചു നിർത്തുന്നതായ ഒരു ഹോൾഡാണത്. സാത്താന് ഉണ്ടാക്കുന്നതായ ഒരു ക്ലെയിമാണത്. ബസ്സിൽ കയറുമ്പോൾ നമുക്കറിയാം, ഒരു ഫുട്ബോൾ ഉള്ളത് കൊണ്ടാണ്, അഥവാ ഒരു വാതിൽ ഉള്ളത് കൊണ്ടാണ് നമുക്കകത്ത് കയറുവാൻ കഴിയുന്നത്. ഇതുപോലെ നിങ്ങളുടെ ജീവിതമാകുന്ന ബസ്സിന് ഏറ്റുപറയാത്തതായ പാപമുണ്ടെങ്കിൽ, ദുരാത്മാക്കൾ കയറി വന്ന് ദൈവിക ശുഭതയിലേക്ക് നിങ്ങളെ കയറാതെ വണ്ണം നിങ്ങളെ തടസ്സപ്പെടുത്തുന്നതായ ഒരു ക്ലെയിം ആയിരിക്കും അത്, ഒരു അവകാശവാദമായിരിക്കും അത്. അടുത്തിരിക്കുന്നവർ നോക്കി പറ, അവകാശവാദം വേണ്ട. പറഞ്ഞേ, അവകാശവാദം വേണ്ട. ശത്രു അവകാശവാദം ഉന്നയിക്കാതിരിപ്പാൻ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പിശാചെ നിങ്ങളെ നോക്കി വിരൽ ചൂണ്ടാതിരിപ്പാൻ ഏറ്റു പറയാത്തതായ പാപം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകല്ല. എപ്പോഴാണോ തെറ്റുന്നത്? വാക്കിൽ തെറ്റുന്നു, പ്രവൃത്തിയിൽ തെറ്റുന്നു, ചിന്തയിലാണോ തെറ്റുന്നത്? എല്ലാവരും തെറ്റുന്നവരാണ്. സകലരും പാപം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ, സ്തോത്രം, അതേ ലംഘനം വരുത്തുന്നു. ഏവരും ദൈവത്തിന്റെ മുൻപിൽ പാപികളാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അങ്ങനെ ലംഘനം കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അയ്യോ കർത്താവേ, സോറി, ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പകരം ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഏറ്റു പറയാതിരുന്നാൽ, സ്തോത്രം, അത് വലിയ പ്രശ്നമാണ്. ഏറ്റു പറഞ്ഞാൽ ദൈവിക ശുഭതയിൽ നിങ്ങളെത്തും. ആ വാക്യം എങ്ങനെയാണ് പറയുന്നത്? അല്ലേ, തന്റെ ലംഘനങ്ങളെ ഏറ്റു പറയുന്നവന് ശുഭം വരികയില്ല. അപ്പൊ ദൈവം നിങ്ങളെ വിടുവിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാ? കർത്താവ് കൃപയാൽ നിങ്ങളെ രക്ഷിച്ച് സ്നാന ജലത്തിലേക്ക് നയിച്ച് പരിശുദ്ധാത്മാവിൽ നിറച്ച് സത്യ ആരാധന കാണിച്ചു തന്ന് ആ ദൈവത്തിന്റെ സഭയിൽ ദൈവം നിങ്ങളെ ഉറപ്പിച്ചിരിക്കുന്നത് ദൈവിക ശുഭതയിലാണ്. ദൈവിക ശുഭതയിൽ 3 യോഹന്നാൻ 2-ാം വാക്യം, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീയും സകലത്തിലും ശുഭമായിരിക്കാൻ വേണ്ടിയാണ് ദൈവമായ കർത്താവ്, സ്തോത്രം, നിങ്ങളെ ആക്കിയിരിക്കുന്നത്. സകലത്തിനും ശുഭമായും സുഖമായിരിക്കേണ്ടതിന്, ഒരിക്കൽ കൂടെ, സകലത്തിനും ശുഭവും സുഖവുമായിരിക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിടുവിച്ചത്. എന്നാൽ ആ ശുഭതയുണ്ടോ? മനസ്സിന് സന്തോഷമുണ്ടോ? ശരീരത്തിന് സൗഖ്യമുണ്ടോ? ഇന്നും ടർബുലൻസിലാണോ ജീവിക്കുന്നത്? ഇന്നും വേവ്സിലും വിൻഡിലുമാണോ നീ കിടക്കുന്നത്? ഒരു കാര്യം, അങ്ങനെ കിടക്കുന്നതിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് അൺകൺഫസ്ഡ് സിൻ, ഏറ്റു പറയാത്തതായ പാപം. കർത്താവിൻ്റെ സന്നിധിയിൽ നോക്കണം. സ്തോത്രം. കർത്താവേ, ഏറ്റു പറയാത്ത പാപം. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അന്ന് പകലുള്ളതായ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യണം. പ്രാക്ടിക്കലാണ്. അന്ന് രാവിലെ മുതലുള്ള സകല ഇമ്പോർട്ടൻ്റ് മാറ്റേഴ്സ്, സകല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഓർക്കണം. എവിടെയൊക്കെയാണ് തെറ്റ് സംഭവിച്ചത്? അന്ന് രാത്രിയാണ് യേശു വരുന്നതെങ്കിൽ നീ തട്ടിപ്പോകും. അതുകൊണ്ട് ദൈവത്തോട് പറയണം, കർത്താവേ, എന്നോട് അവിടുന്ന് ക്ഷമിക്കണമേ. അങ്ങനെ ഏറ്റു പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? യേശുവിന്റെ രക്തത്താലും നമ്മെ കഴുകുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം. സ്തോത്രം. ഇന്ന് പരിഹാര മാർഗമുണ്ട്. ഇന്നൊരു കൗണ്ടർ തുറന്നിരിക്കുകയാണ്. സ്തോത്രം. എത്ര വലിയ മുഴുത്ത പാപിയെങ്കിലും ആ പാപത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ തക്കണം. വീണ്ടെടുപ്പിന്റെ വിലയായി യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. 1 യോഹന്നാൻ 1:9 പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ, കേൾക്ക്, അണ്ടർലൈൻ ചെയ്, പാപങ്ങളെ ഏറ്റു പറയാത്തവനല്ല, പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ, ദൈവത്തോട് ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവത്തോട് ഏറ്റു പറയുക. യെശയ്യാ പ്രവചനം 43:25 സ്തോത്രം. അവിടെ കർത്താവ് പറയുന്നു, ഏറ്റു പറയുന്ന പാപങ്ങളെ കർത്താവ് പിന്നെ ഓർക്കുന്നത് പോലുമില്ല. ദൈവം കേൾക്കുന്നു, അവൻ നിന്നോട് ക്ഷമിക്കുന്നു.
കാരണം ദൈവം മലയാളിയല്ല ക്ഷമിക്കാതിരിക്കാൻ. ദൈവം സ്തോത്രം തിരുവനന്തപുരംകാരനല്ല ക്ഷമിക്കാതിരിക്കാൻ. ദൈവത്തിന്റെ ഹൃദയം വിശാലമാണ്. ദൈവത്തിന്റെ മനസ്സ് ഭയങ്കരമാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വിചാരം, ദൈവത്തിന്റെ മനസ്സ് നമ്മുടെ മനസ്സിനേക്കാൾ വലുതാണ്. ദൈവം ഇടുങ്ങിയ മനസ്സുള്ളവനല്ല. എപ്പോഴാണോ ദൈവത്തിന്റെ മുൻപിൽ നീ ഏറ്റുപറയുന്നത്, തന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിന്നെ കഴുകി ശുദ്ധീകരിച്ച് ഒരിക്കലും നീ പാപം ചെയ്തിട്ടില്ലാത്ത ക്രമത്തിൽ ഒരു ന്യൂ ബോൺ ബേബി പോലെ നിന്നെ ശുദ്ധീകരിക്കുന്നു. യെശയ്യാ പ്രവചനം 43:25 ബ്യൂട്ടിഫുൾ വാക്യം. യെശയ്യാ 43:25 എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. അതിന്റെ അർത്ഥം ഞാൻ വായിച്ചപ്പോൾ എങ്ങനെയാണ് മനസ്സിലായത്? നിന്റെ പാപത്തിന് ഞാൻ തന്നെ സൊല്യൂഷൻ വരുത്തിയിരിക്കുന്നു. നിന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അകൃത്യങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു. അർത്ഥം സ്തോത്രം, നിനക്ക് പാപമെന്ന പ്രശ്നമുണ്ടോ? അതിന്റെ പരിഹാരം എനിക്കുണ്ട്. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി പിതാവ് ദൈവം പറയുകയാണ്, ഞാൻ തന്നെ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവം വിശുദ്ധ രക്തം ക്രൂശിന്മേൽ നിനക്ക് വേണ്ടി ഒരുക്കുകയാണ്. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് എന്താണ്? സ്തോത്രം, നീ ഏറ്റുപറയുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ നിന്റെ പാപത്തെ കർത്താവ് സ്തോത്രം ക്ഷമിക്കുന്നു. മീഖായുടെ പ്രവചനം 7-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, He is burying all of your sins at the bottom of your sea. Amen. He is burying all the sins at the bottom of the sea. അതേ സ്തോത്രം, നിന്റെ പാപത്തെ ദൈവമായ കർത്താവ് 19, അതെ മീഖാ 7:19, അതെ തിരുവചനം പറയുന്നു, സമുദ്രത്തിന്റെ ആഴത്തിൽ ദൈവം ഇട്ടുകളയുകയാണ്, ബറി ചെയ്യുന്നു എന്നൊരു ട്രാൻസ്ലേഷൻ പറയുന്നു, അടക്കി കളയുന്നു. ഏറ്റുപറഞ്ഞ പാപത്തെ നാളെ മനുഷ്യനോ സാത്താനോ നീ ഈവൻ ഏറ്റുപറഞ്ഞ നീ തന്നെ, അയ്യോ കർത്താവെ, 1947 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ബ്രിട്ടീഷുകാർ പോകുന്ന വഴിക്ക് അതേ ഞാനൊരു കർത്താവ് പറയും, മക്കളെ ഞാൻ അക്കാര്യം ഓർക്കുന്നു പോലുമില്ല, അക്കാര്യം ഞാൻ ഓർക്കുന്നു പോലും അല്ല. നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിച്ച ദൈവം, ഓർമ്മ കുറവില്ലാത്തവനായ ദൈവം, ഓർമ്മ ശക്തിക്ക് കുറവില്ലാത്തവനായ ദൈവം ഒരു കാര്യം ഓർക്കുന്നില്ല. ഒരിക്കൽ കൂടെ, ഓർമ്മ കുറവില്ലാത്തവനായ ദൈവം ഒരു കാര്യം ഓർക്കുന്നില്ല. എന്ത് ഓർക്കുന്നില്ല? നീ ചെയ്ത പാപം ദൈവം ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് ഭക്തൻ പറയുന്നത്, അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആര് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കും? നമ്മുടെ കുഴപ്പങ്ങൾ വേറെ വല്ലവരോടും പറഞ്ഞാലേ അവൻ നാട്ടിൽ വിളമ്പി നമ്മളെ നാണം കെടുത്തും. ഈ യാക്കോബിന്റെ ലേഖനത്തിൽ കൺഫ്യൂസ് ആയ ഒരു വാക്യമുണ്ട്. എവിടെയാ? യാക്കോബ് 5:16. യാക്കോബ് 5:16. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ഒരുവനോട് ഒരുവൻ പ്രാർത്ഥിപ്പൻ. നമ്മൾ പറഞ്ഞത്, ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴാണോ ഒരു പാപം ഏറ്റുപറയുന്ന ആ സെക്കൻഡിൽ തന്നെ കർത്താവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ പാപത്തെ ക്ഷമിക്കുന്നു. അവൻ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഇട്ടുകളയുന്നു. യേശുവിന്റെ രക്തത്താൽ നമ്മളെ കഴുകുന്നു, ശുദ്ധീകരിക്കുന്നു. പിന്നെ ദൈവം അത് ഓർക്കുന്നതേയില്ല. എന്നാൽ ചില അച്ചാച്ചന്മാരോട്, പ്രവാചകനെ ഞാനിങ്ങനെ വെള്ളം കുടിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവനത് കൊല്ലം മുതൽ സ്തോത്രം പുനലൂർ വഴി ദുബായ് വഴി മുഴുവൻ പറഞ്ഞു നടന്ന് നിങ്ങളെ നാണം കെടുത്തും. അതുകൊണ്ട് വളരെ കൃത്യമായി വലിയൊരു ഉത്തരവാദിത്തം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കൃപയിൽ നിങ്ങൾ നിലനിൽപ്പാൻ, ദൈവത്തിന്റെ അഭിഷേകത്തിൽ നിങ്ങൾ നിലനിൽപ്പാൻ വിശ്വസിക്കാൻ വയ്യാത്ത വ്യക്തികളോട് ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങളെ പറയല്ലേ. വിശ്വസിക്കാൻ വയ്യാത്ത, നാളെ പാര പണിയും, നാളെ നിങ്ങളെ ചതിക്കും, നാളെ നിങ്ങളെ തകർക്കും, നാളെ നിങ്ങളെ സ്തോത്രം അതെ നാണം കെടുത്തും എന്ന് പറയുന്ന തീവ്രവാദികളുടെ മുൻപിൽ ഒരിക്കലും നിങ്ങളുടെ കുറവുകളെ, നിങ്ങളുടെ പാപങ്ങളെ, നിങ്ങളുടെ സ്തോത്രം ഷോർട്ട് കമ്മിങ്സിനെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിമിത്തമുള്ളതായിരിക്കാം, മറ്റുള്ളവർ നിമിത്തം വരുത്തിയതായിരിക്കാം, ഒരു കാരണവശാലും പറയല്ല. ഞാൻ പുസ്തകം തൊട്ട് ദൈവകൃപയാൽ സ്തോത്രം ദൈവജനത്തോട് പറയട്ടെ, അതെ അബദ്ധം പറ്റിയത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം സ്തോത്രം ഓന്ത് നിറം മാറുന്നതുപോലെ നിറം മാറുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ഒരു വാക്യം എങ്ങാണ്ടുണ്ട്, മൂക്കിൽ വിശ്വാസമുള്ളതായ മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കൂടെ നിന്ന് ചതിക്കാൻ സമയം കിട്ടിയാൽ, തരം കിട്ടിയാൽ കൂടെ നിന്ന് ചവിട്ടിത്താഴ്ത്താൻ കാത്തിരിക്കുന്ന ഒരു ദുഷ്ടലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. അതേ സമയത്ത് സ്തോത്രം അതെ ഈ മെച്ചുവറായിട്ടുള്ള ദൈവത്തിന്റെ ദാസന്മാരുണ്ട്, പക്വതയുള്ളവർ. അവര് CBI അല്ല, ഇനി അമേരിക്കയിൽ നിന്ന് FBI വന്ന് ചോദ്യം ചെയ്താലും അവർ ഈ രഹസ്യങ്ങളെ പറയത്തില്ല. അവർക്ക് ആ കുഴപ്പമുണ്ട്, ഇവർക്ക് ഈ കുഴപ്പമുണ്ട്, മറ്റവർക്ക് ആ കുഴപ്പമുണ്ടെന്ന് അവരൊരിക്കലും പറയത്തില്ല. എത്രയോ വ്യക്തികൾ
ദൈവദാസിമാർ കഴിഞ്ഞ ശുശ്രൂഷ കാലയളവിൽ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രദർ, അറിയാതെ വീണുപോയി, അറിയാതെ തെറ്റിപ്പോയി, ഇന്ന അബദ്ധം പറ്റിപ്പോയി, ഇനി ആവർത്തിക്കത്തില്ല. അവരെ ഉള്ളതുപോലെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് റെസ്റ്റോർ ചെയ്ത് ഇന്നും ദൈവകൃപയാൽ മുൻകാലത്തെക്കാൾ അധികമായി ദൈവകൃപയിൽ ഇന്നും അവർ മുന്നേറുന്നു. കുടുംബങ്ങളെ തകരുന്ന രഹസ്യങ്ങൾ എനിക്കറിയാം, ശുശ്രൂഷകളെ തകരുന്ന രഹസ്യങ്ങൾ എനിക്കറിയാം, ജീവിതം സ്തോത്രം തകരുന്ന രഹസ്യങ്ങൾ എനിക്കറിയാം, ഒരു ചർച്ചിൽ പോലും അവരെ കേറ്റാത്ത രഹസ്യങ്ങൾ എനിക്കറിയാം. പക്ഷേ സ്തോത്രം പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു പാഠം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു ബാങ്ക് ലോക്കർ പോലെയായിരിക്കണം നിങ്ങളുടെ മനസ്സ്. ഒരു ബാങ്ക് ലോക്കർ പോലെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സ്. ഒരു ബാങ്കിൽ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ അവിടെ എത്ര കിലോ കണക്കിന് സ്വർണ്ണമുണ്ട്, അവിടെ എത്ര 2000 രൂപയുടെ കെട്ടുണ്ട്, അവിടെ എത്ര കോടിക്കണക്കിന് രൂപയുണ്ട് നിങ്ങൾക്കറിയോ? അറിയത്തില്ല. അതിനകത്തിരിക്കുന്നതായ സ്തോത്രം എത്ര ലക്ഷക്കണക്കിന് രൂപ അകത്തുണ്ട് നമുക്കറിയത്തില്ല. ഇതായിരിക്കണം ഒരു ദൈവത്തിൻ്റെ ദാസൻ, ഇതായിരിക്കണം യഥാർത്ഥ ഒരു പെന്തിക്കോസ് ഉപദേശി, ഒരു പ്രവാചകൻ. എന്നാൽ പലയിടത്തും അതല്ല. അവനുണ്ടല്ലോ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജ് പോലെയാണ്. ഒരാളിനോട് സ്തോത്രം, അയ്യോ സഹോദരി ആരോടും പറയല്ലേ, ഇതാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മനോരമയുടെ ഫ്രണ്ട് പേജിൽ പരസ്യം കൊടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ആരെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, ക്രൈസ്റ്റ് സെൻ്ററിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതായ കാര്യം, സ്തോത്രം, ആ ഫോൺ എടുത്തിട്ട് മറ്റേ ആ സഹോദരിയുടെ നമ്പർ എടുത്തിട്ട് ആ കാര്യം ആദ്യം പറയും. ഹലോ, സിസ്റ്റർ ഡാഷ് അല്ലേ? ആ പട്ടിയുടെ പേരല്ല ഞാൻ പറഞ്ഞത്, ഡാഷ് എന്ന് പറയുന്ന ഒരു പട്ടിയുണ്ട്. കമോൺ, സ്തോത്രം, സിസ്റ്റർ ഡാഷ് അല്ലേ? ഇങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ആരോടും പറയല്ലേ, ശരി ബൈ എന്ന് പറഞ്ഞു വച്ചാൽ അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പ് ആ അമ്മാമ്മ എല്ലാവരെയും അറിയിച്ചിരിക്കും. വിശ്വസിക്കാൻ വയ്യാത്തവർ ദൈവം ഉപയോഗിക്കോ? ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തതയുണ്ടോ? സ്തോത്രം, നീ മനുഷ്യന്റെ വെളിപ്പാട് വിളമ്പുന്നത് മനസ്സാന്തരപ്പെട്. ദൈവത്തിന് നിന്നെ ഒന്നും ഏൽപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് ഒരിക്കലും നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ, ഞാൻ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നേ. ഓ, നീ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നു. നേരെ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് നിന്നെ ട്രസ്റ്റ് ചെയ്യാമോ? ആഹാ, ഹെവി. നീ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നു, പിശാച് പോലെ ദൈവത്തെ വിശ്വസിക്കുന്നു. പിന്നെയാണ് നീ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നു, പക്ഷെ ദൈവത്തിന് നിന്നെ വിശ്വസിക്കാമോ? ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഒരു കാര്യം അറിഞ്ഞാൽ, ഒരു ചർച്ചിന്റെ ഒരു കാര്യം അറിഞ്ഞാൽ, ഒരു കാര്യം ദൈവം നിന്നെ ഏൽപ്പിച്ചാൽ അതുള്ളതുപോലെ ചെയ്യുവാൻ തക്കോണം ഉത്തരവാദിത്തം നിന്റെ കൈക്കൊണ്ടോ? നിന്റെ വായിൽ നിന്ന് ചോർന്നു പോകോ? നിന്റെ ഫോണിലൂടെ ഒഴുകിപ്പോകോ? നിന്റെ കയ്യിലൂടെ ചോർന്നു പോകുമോ? അതുകൊണ്ടാണ് പലരും രോഗികളാകുന്നത്. ഞാനല്ല പറയുന്നത്, ബ്രദർ സുരേഷ് ബാബു അല്ല പറയുന്നത്, കർത്താവിൻ്റെ വചനം പറയുന്നു. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ പ്രചരിപ്പിക്കുക എന്നല്ല, പാപങ്ങളെ ഏറ്റു പറഞ്ഞ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പൻ. രോഗശാന്തിയുടെ ഒരു ടേമാണ് ഞാൻ പറഞ്ഞത്. ചില സമയത്ത് ചില രോഗികൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ സന്ദർഭങ്ങളിൽ അവിടെ കുടുംബാംഗങ്ങൾ മാത്രം, വേണ്ടപ്പെട്ടവരെ മാത്രം നിർത്തി, സഹോദരിമാരാണെങ്കിൽ വേണ്ടപ്പെട്ടവരെ മാത്രം നിർത്തി, സഹോദരനാണെങ്കിൽ ഒറ്റയ്ക്ക് മാത്രം ഇരുന്ന് ആത്മാവിൽ വിവേചിച്ച് സ്തോത്രം, അതെ, അവൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ശരീര സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതൊരു മനസ്സിലാക്കണം. ഏറ്റു പറയാത്ത പാപം ലൈഫിലുണ്ടെങ്കിൽ KSRTC ബസ്സിൽ തുറന്നു കിടക്കുന്ന ഒരു ഫുഡ് ബോർഡ് പോലെയാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, മത്തായി സുവിശേഷം 14 അധ്യായം 30 വാക്യം വായിക്കുമ്പോൾ, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. സ്തോത്രം, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. മത്തായി സുവിശേഷം 14 അധ്യായം അതിന്റെ 30 അല്ലയോ? സ്തോത്രം, 12:30 നോക്കിയേ. സ്തോത്രം, അവിടെ വേദപുസ്തകം പറയുന്നു, ഇതാ ദ പ്രിൻസ് ഓഫ് ദിസ് വേൾഡ് ഈസ് കമ്മിങ്. സ്തോത്രം, അതെ, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന്റെ ഒരു കാര്യവും സ്തോത്രം എന്നിലില്ല. അതുകൊണ്ട് മനസ്സിലാക്കണമേ, യേശു കർത്താവ് പറഞ്ഞ ആ വാക്യത്തിന്റെ അർത്ഥം, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന്റെ ചരക്കൊന്നും എൻ്റെ ഗോഡൌണിലില്ല. എഴുതിയെടുത്ത് ആ റെഫറൻസ് കറക്റ്റായിട്ട് നിങ്ങൾ തന്നെ എഴുതിയെടുത്താട്ടെ. സ്തോത്രം, അതെ, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന്റെ ചരക്ക് ഒന്നും അവൻ എന്നോട് ഒരു കാര്യവുമില്ല. ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, സ്തോത്രം, അവൻ എന്നോട് ഒരു കാര്യവുമില്ല, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. കാരണം അവൻ്റെ ചരക്കുകളൊന്നും എന്നിലില്ല. അവൻ്റെ ചരക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവൻ എന്നിൽ അവകാശം പറയും. അതുകൊണ്ട് ശത്രുവിൻ്റെ ചരക്ക് ഒന്നും നമുക്ക് വേണ്ട. സ്തോത്രം, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. രഹസ്യമായിട്ടുള്ള കുറവുകളെ, കുറ്റങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. നമ്പർ 4,
നമ്മൾ തരണം ചെയ്യേണ്ടതായ നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം മാർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ കിടക്കുന്നു. അൺഫർഗീവ്നെസ്, ക്ഷമയില്ലാത്ത ജീവിതം, ക്ഷമിക്കാത്ത ജീവിതം, ക്ഷമിക്കാത്ത ജീവിതം. വളരെ ഡേഞ്ചറസ്, വളരെ കോമൺലി കാണുന്നതായ ഒരു കാര്യമാണ് ക്ഷമിക്കാത്ത ജീവിതം. 12 കൊല്ലം മുമ്പുള്ളത് ഇന്ന് രാവിലെയും പറഞ്ഞതേ ഉള്ളൂ. 18 കൊല്ലം മുമ്പ് നടന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. 1932 നടന്നത് 2 മണിക്കൂർ മുമ്പും പറഞ്ഞതേ ഉള്ളൂ. തിരിഞ്ഞു നോക്കി ജീവിക്കുന്നവർ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടി ഓടിച്ച വന്നേ, കാർ ഓടിച്ച വന്നേ. ഞാൻ മുന്നോട്ട് നോക്കി ഓടിച്ചത് കൊണ്ട് അപകടമില്ലാതെ വന്നു. പക്ഷെ ഞാൻ മുന്നോട്ട് നോക്കാതെ ആ പിൻവശം കാണുന്നതായ റിയർ മിറർ മാത്രം നോക്കിയെങ്കിൽ മുന്നിലിരിക്കുന്ന സകലരെ ഇടിച്ച് തകർത്ത്. കുറേ പോലീസുകാരുണ്ടായിരുന്നു, അവരെല്ലാം തരണം ചെയ്ത എല്ലാ വൈകിട്ടും വരുന്നത്. സ്തോത്രം. ആ പോലീസുകാരെ ഇടിച്ച് തെറിപ്പിച്ചു വരിക. പലരും ജീവിക്കുന്നത് പിന്നോട്ടുള്ള റിയർ മിറർ നോക്കിയാണ് പലരും ജീവിക്കുന്നത്. അവനിങ്ങനെ പറഞ്ഞു, അവൾ ഇങ്ങനെ പറഞ്ഞു, അവനിങ്ങനെ പെരുമാറി, മറ്റവരിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പിന്നിലേക്ക് തിരിഞ്ഞല്ല നോക്കേണ്ടത്, മുന്നോട്ട് നോക്കിയാട്ടെ. അടുത്തിരിക്കുന്നു നോക്കി പറഞ്ഞാട്ടെ, മുന്നോട്ട് നോക്കിയാട്ടെ. അപ്പോൾ മുന്നോട്ട് നോക്കണമെങ്കിൽ ഇത് ചെയ്യണം. പിന്നിൽ നടന്നത് സകലതും ക്ഷമിക്കണം, മറക്കണം. പിന്നിൽ നടന്നത് സകലതും ക്ഷമിക്കണം, മറക്കണം. അൺഫോർഗീവ്നെസ്, ക്ഷമിക്കാത്ത ഹൃദയം. മർക്കോസ് 11:25 പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ പോവാ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാപേക്ഷങ്ങൾ ദയവായി അയക്കണമേ. ഇവിടെ മണിക്കൂറോ കണക്കിന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചില പ്രാർത്ഥനക്കാരുണ്ട്, പലരുടെയും പ്രാർത്ഥന കുത്തുക എടുത്തിരിക്കുന്നവരുണ്ട്, പലരുടെയും പ്രാർത്ഥന ഹോൾസെയിലായി കൊണ്ട് കിടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥനക്കാരെല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, നിന്റെ ഹൃദയം കയ്പിന്റെ ഹൃദയമല്ല, വിരോധത്തിന്റെ ഹൃദയമല്ല, ക്ഷമിക്കാത്ത ഹൃദയമല്ല. അതുകൊണ്ടാണ് ആ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ശക്തിയില്ലാതെ പോകുന്നത്, വിടുതലില്ലാതെ പോകുന്നത്, വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ പോകുന്നത്. കാരണം അകത്തിരിക്കുന്നത് എന്താണ്? കയ്പാണ് ഇരിക്കുന്നത്, പകയാണ് ഇരിക്കുന്നത്, ക്ഷമയില്ലായ്മയാണ് ഇരിക്കുന്നത്. ആരും മിണ്ടുന്നില്ലല്ലോ. ഒരു സ്തോത്രം വല്ലപ്പോഴും പറ, വെള്ളം കുടിക്കുക. ഇവിടെ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതെ, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പൻ. നിങ്ങൾക്ക് ആരോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിച്ച്, ഭൂമിയിൽ കാണുന്ന മണ്ഡലത്തിലുള്ള അവരോട് ക്ഷമിച്ചിട്ട് മാത്രമേ കാണാത്ത ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയത്തുള്ളൂ. പ്രതിരോധങ്ങളെ നമുക്ക് തരണം ചെയ്യാം. പ്രതിരോധങ്ങളെ തരണം ചെയ്യാതെ പല പാസ്റ്റർമാരും പ്രതിരോധങ്ങൾ തട്ടി താഴെ വീണത്, പല വിശ്വാസികളും ഒരു സർട്ടൻ ലെവലിനപ്പുറത്ത് മുന്നേറാൻ കഴിയാതിരിക്കുന്നത്, പലരുടെ ആത്മീയ ജീവിതം ഒരു സർട്ടൻ അൺസീൻ ഗ്ലാസ് ബാരിയർ, ഗ്ലാസ് ആണ്. അപ്പുറം കാണാൻ പറ്റുന്നു, പക്ഷെ അപ്പുറത്ത് പോകാൻ പറ്റുന്നില്ല. പോയി. അപ്പുറം കാണാൻ പറ്റുന്നു, അപ്പുറത്ത് ഭയങ്കര വാഗ്ദത്വം ഉണ്ട്, അപ്പുറത്ത് ഭയങ്കര റിവൈവൽ ഉണ്ട്, അപ്പുറത്ത് ഭയങ്കര ചർച്ച ഗ്രോത്ത് ഉണ്ട്. പക്ഷെ ഇത് തിയറിയിൽ ജയിച്ചു, പ്രാക്ടിക്കലി അപ്പുറത്ത് പോകാൻ പറ്റുന്നില്ല. ഗ്ലാസ് ബാരിയറിനകത്ത് അനേകരായിരിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ, സ്തോത്രം, കയ്പുള്ളത് കൊണ്ടാണ്. ക്ഷമിക്കാത്ത ഹൃദയത്തിൽ കയ്പാണുള്ളത്. ആ വാക്യം എബ്രായലേഖനം 12-ാം അധ്യായമാണ്. ഞാൻ പിന്നാലെ അത് സ്തോത്രം പറഞ്ഞു തരാം. അതെ, ക്ഷമിക്കാത്ത ഹൃദയമാണെങ്കിൽ, എബ്രായലേഖനം 12-ാം അധ്യായം 14-15, ക്ഷമിക്കാത്ത ഹൃദയമാണെങ്കിൽ ഒരിക്കലും ആ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ വായിലൂടെ പുറത്തു വരുന്നതായ പ്രസംഗം എത്രയാണെങ്കിലും അതിന് ശക്തിയില്ല, പ്രാർത്ഥന എത്രയാണെങ്കിലും അതിന് ശക്തിയില്ല. പലരും വാരിച്ച് നീട്ടി ഭയങ്കരമായി പ്രസംഗിക്കും, പക്ഷേ ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നില്ല, ചർച്ച വളരുന്നില്ല. കയ്പാണ്, അൺഫർഗീവ്നെസ്സിലാണ് ജീവിക്കുന്നത്. നേരെ ചിരിക്കത്ത് പോലുമില്ല. എല്ലാവരും എനിക്കെതിരെ പാര പണിതതാ, എല്ലാവരും എനിക്ക് നേരെ പ്രശ്നം ഉണ്ടാക്കിയതാ, ആരും എന്നെ അക്സെപ്റ്റ് ചെയ്യാത്തതാ, ആരും എന്നെ അക്സെപ്റ്റ് ചെയ്തില്ല, എന്നെ സ്വീകരിച്ചില്ല, ആരും എന്നെ നോക്കി ഹോസന പറഞ്ഞില്ല, ആരും എന്നെ സ്തോത്രം നന്മ പറഞ്ഞില്ല. അതുകൊണ്ട് ഞാനങ്ങ് കഴിച്ചു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അവരോട് കട്ടീസ് പറഞ്ഞിട്ട് ഞാനങ്ങ് കഴിച്ചു. ഞാൻ പറയട്ടെ, സ്തോത്രം, കയ്പിൻ്റെ വാക്കുകൾക്ക് ആത്മാക്കളെ വിടിവിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം പറയുന്നത്, ഒരു ഉറവയിൽ നിന്ന് കയ്പിനും മധുരത്തിനും എങ്ങനെയാണ് ഒരുമിച്ച് പുറപ്പെടുവാൻ തക്കോണം കഴിയുന്നത്. അതുകൊണ്ട് സ്തോത്രം, കയ്പിൻ്റെ ജനമാകൽ എബ്രായലേഖനം പറയുന്നത് നോക്കിയേ. എബ്രായലേഖനം 12-ാം അധ്യായം തന്നെ അതിൻ്റെ മേലെ അതിൻ്റെ 12-ാം വാക്യം മുതൽ താഴേക്ക് നമുക്ക് നോക്കാം. 12-ാം വാക്യം മുതൽ, എബ്രായർ 12-ന്റെ 12 മുതൽ താഴേക്ക് നോക്കുമ്പോൾ, തളർന്ന കയ്യ്
കുഴഞ്ഞ മുഴങ്കാല്. വിശ്വാസികൾ അംഗവൈകല്യത്തെക്കുറിച്ച് പറയുക. തളർന്നിരിക്കുന്ന കയ്യ്, കുഴഞ്ഞിരിക്കുന്ന മുഴങ്കാല്, താഴേക്ക് സ്തോത്രം മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് കാലിന് പാത നിരത്തുവിൻ. അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. തളർന്ന കയ്യാണ്, മുടന്തിയിരിക്കുന്നതായ മുഴങ്കാലാണ്, കുഴഞ്ഞിരിക്കുന്ന മുഴങ്കാലാണ്. 14 വാക്യം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കൈപ്പുള്ള ഒറ്റ എണ്ണം കർത്താവിനെ കാണുകയില്ല. അൺഫോർഗീവ്നെസ്, ക്ഷമിക്കാത്ത ഒരു അമ്മാമയും, ക്ഷമിക്കാത്ത ഒരു അച്ചാച്ചനും, ക്ഷമിക്കാത്ത ഒരു പാസ്റ്ററും ആരെ കാണത്തില്ല? സെന്റർ പാസ്റ്റർ കാണത്തില്ലെന്നല്ല, കർത്താവിനെ കാണുകയില്ല. ക്ഷമിക്കാത്ത ആരും കർത്താവിനെ കാണുകയില്ല. ഓക്കെ, 15 വാക്യം, എബ്രായർ 12:15. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലഹമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ. സോ അവിടെ നോക്കണമേ, സ്തോത്രം. പിന്നെ യേശുവിനെ കുറിച്ച് പറയുകയാണ്. യേശുവിനെ കുറിച്ച് പറയാൻ എനിക്ക് നേരമില്ല. 14 വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കും. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. 15 വാക്യം, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലഹമുണ്ടാക്കി. കയ്പുള്ള പേര്. അപ്പൊ ചർച്ചിൽ വന്ന് കലഹിക്കുന്നവര് അകത്തെങ്ങനെയുള്ളവരാ? അകത്ത് കയ്പ് നിറഞ്ഞവരാണ് കലഹമുണ്ടാക്കുന്നവര്. ഒരിക്കൽ കൂടെ, കയ്പുള്ളവരാണ് കലഹമുണ്ടാക്കുന്നവർ. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ഞാനല്ല. പെട്ടെന്ന് പറഞ്ഞേ. കലഹം ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കി പറ, കള്ളം മാത്രം പറയല്ല. സ്തോത്രം. അപ്പൊ അകത്ത് കയ്പുള്ളവരാണ് കലഹം ഉണ്ടാക്കുന്നത്. വാ തുറന്ന കലഹം, ഫോണിൽ കലഹം, ചിലരോട് സംസാരിക്കാൻ തന്നെ പേടിയാ. ചിലർ ചർച്ചിൽ വരുന്നതേ കലഹം ഉണ്ടാക്കാൻ വരുന്നത് സ്പിരിറ്റ് ഓഫ് ബിറ്റർനെസ് എന്നാണ് അതിൻ്റെ പേര്. എഴുതിയുടെ കയ്പിൻ്റെ ആത്മാവ്, അതൊരു ഭൂതമാണ്. അവിടെ അകത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവ് അല്ല, കയ്പിൻ്റെ ആത്മാവ്, ദുരാത്മാവ്. അതാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം സ്തോത്രം 22-ാം വാക്യം വായിക്കുമ്പോൾ, പിശാചിന് ഇടം കൊടുക്കരുത്. കയ്പുള്ളവൻ ആരാണ് ഇരിക്കുന്നത്? ദുരാത്മാക്കളാകണം വന്നിരിക്കുന്നത്. മറ്റുള്ളവരോട്, സ്വന്തം സഹോദരങ്ങളോട് കയ്പുള്ളവർ, കുടുംബാംഗങ്ങളോട് കയ്പുള്ളവർ. സ്തോത്രം. എഫേസ്യർ 4:27 പിശാചിന് ഇടം കൊടുക്കരുത്. അവർ കത്തോലിക്കരായിരിക്കാം, രക്ഷിക്കപ്പെടാത്തവരായിരിക്കാം, സ്വർഗത്ത് പോകാത്തവരായിരിക്കാം. പക്ഷെ അവരെ ശുദ്ധീകരിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. കർത്താവിന് അവരെ ശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ അവരോട് കയ്പില്ലാത്തവരായിരിക്കും. നമ്മൾ ഈ കയ്പുള്ളവരാണെങ്കിൽ ഒരു സർട്ടൻ ലെവൽ വരെ മാത്രമേ നമുക്ക് വളരുവാൻ കഴിയത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ ഗുണം കഴിയത്തില്ല. ഉപരോധങ്ങളെ, സ്തോത്രം, പ്രതിരോധങ്ങളെ നമുക്ക് തരണം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അറിവില്ലായ്മ നമുക്ക് വേണ്ട. 2, അവിശ്വാസം നമുക്ക് വേണ്ട. 3, സ്തോത്രം, ഏറ്റു പറയാത്ത പാപങ്ങൾ നമുക്ക് വേണ്ട. മറ്റൊന്ന് നമുക്ക് വേണ്ട, നമുക്ക് സ്തോത്രം കയ്പും നമുക്ക് വേണ്ട. ലൂക്കോസ് വിശേഷം 23-ാം അധ്യായം 34 വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് സ്തോത്രം ഇതാ ഇവണ്ണം പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഞാനിങ്ങനെ പ്രസംഗിക്കാറുണ്ട്. യേശു കർത്താവ് ഉയർത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, യേശു കർത്താവിന് ഒരു ക്ഷമയുണ്ടായിരുന്നത് കൊണ്ടാണ്. ക്ഷമിച്ചവന് മാത്രമേ ഉയർപ്പുള്ളൂ, ക്ഷമിക്കുന്നവന് മാത്രമേ ഉയർപ്പുള്ളൂ. അർത്ഥം, ക്ഷമിക്കുന്നവന് മാത്രമേ ഉന്നമനമുള്ളൂ. ചുമ്മാ ക്ഷമിച്ചോളണം. അവർ നിങ്ങൾക്കെതിരെ ചീത്ത പറയും, അവർ നിങ്ങൾക്കെതിരെ കഥയുണ്ടാക്കും, അവർ നിങ്ങൾക്കെതിരെ ചതിക്കും, അവർ നിങ്ങൾക്കെതിരെ സംസാരിക്കും. ക്ഷമിക്കുക, ചുമ്മാ ക്ഷമിക്കുക. ഏത് അച്ചാച്ചൻ പാരമണിയുന്നവൻ വന്നാലും ആ ഗദർശമനയുടെ വാതിക്കൽ വെച്ച് അവനോട് ചോദിക്കണം. മത്തായി 26:50, സ്നേഹിതാ, നീ വന്ന കാര്യമെന്ത്? കയ്പില്ലാതെ ചോദിക്കുകയാണ്. സ്നേഹിതാ, നീ വന്ന കാര്യം എന്ത്? സ്തോത്രം. സോ യൂദ പൈസ മോട്ടിക്കുന്നത് യേശുവിനറിയാം. യേശു കർത്താവ് സർവജ്ഞാനിയാണ്. അവന് എത്ര എടുക്കുന്നതെന്ന് യേശുവിനറിയാം. എവിടെയൊക്കെ വെച്ച് എടുക്കുന്നതെന്ന് യേശുവിനറിയാം. എത്ര എടുക്കുന്നതെന്ന് അറിയാം, എവിടെ വെച്ച് എടുക്കുന്നതെന്ന് അറിയാം, എങ്ങനെ എടുക്കുന്നതെന്നും അറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരാത്മീയനെ പറ്റത്തുള്ളൂ. അറിയുന്നില്ല, അതുകൊണ്ട് വിശ്വസിച്ചു എന്നല്ല. യേശു കർത്താവിനെ അറിയാം എങ്ങനെ എടുക്കുന്നു, എത്ര എടുക്കുന്നു, സ്തോത്രം എന്ന് വളരെ നന്നായിട്ട് അറിയാം. എന്നാലും വന്നിട്ട്, എടാ കള്ള, അവസാനം നീ എന്നെ കാണിച്ചു കൊടുക്കാൻ വന്നല്ലേ എന്നല്ല കർത്താവ് പറഞ്ഞത്. പകരം കർത്താവ് പറഞ്ഞത്, സ്നേഹിതാ, നീ വന്ന കാര്യം എന്ത്? കാരണം യേശുവിനെ വേറെ ഒരു കാര്യം അറിയാം. അവൻ എത്ര എടുക്കുന്നു, എങ്ങനെ എടുക്കുന്നു എന്ന് മാത്രമല്ല യേശുവിനെ അറിയാമെന്നുള്ളത്, യവൻ നശിക്കാൻ പോകുന്നെന്ന് യേശുവിനെ അറിയാം.
അതുകൊണ്ടാണ് മഹാപുരോഹിത പ്രാർത്ഥനയിൽ അവൻ പ്രാർത്ഥിച്ചത്, സ്തോത്രം, ആ നാശയോഗ്യനല്ലാതെ വേറെ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. നാശയോഗ്യൻ, ഈ നശിക്കാനുള്ളവനെ നമ്മളെ നശിപ്പിക്കാൻ നടക്കണ്ട, അവൻ താനേ നശിച്ചോളും. യേശു കർത്താവ് ആ നാശയോഗ്യൻ എന്ന് അറിഞ്ഞിട്ടും അവനെ വിളിച്ചത്, സ്നേഹിത, നീ വന്ന കാര്യമെന്ത്? അവസാനം അവൻ നിലവിളിച്ചു പറഞ്ഞു, ക്രൂശിലെ ഒന്നാമത്തെ പ്രാർത്ഥന, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ ഫയല് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. സ്തോത്രം, ആ ഫയല് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. ഇന്ന് രാത്രി നിങ്ങളെ അനുദിനം വേദനിപ്പിക്കുന്നവർ, നിങ്ങൾക്ക് നേരെ നാക്ക് വളയ്ക്കുന്നവർ, നിങ്ങൾക്ക് നേരെ അപവാദം പറയുന്നവർ, നിങ്ങൾക്ക് നേരെ പ്രശ്നമുണ്ടാക്കുന്നവർ, ആ സകലതും ദൈവകരത്തിൽ കൊടുത്താട്ടെ. ഹല്ലേലൂയ. സകലരും സ്തോത്രം ദൈവത്തിൻ്റെ കരത്തിൽ. ഇന്ന് കാണുന്ന എല്ലാവരും പറയാറുണ്ട്, എല്ലാവരും ഈ സ്തോത്രം അത് ഇന്ന് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സൂത്രമാണ്. ഇതില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല, ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ഇതിലില്ലാത്ത സ്തോത്രം എന്തുകൊണ്ടായിരുന്നു? ഇതിൽ ഇല്ലാത്ത സൂത്രങ്ങളില്ല. എല്ലാവർക്കും എന്തുകൊണ്ടെന്നറിയോ? കോൾ റെക്കോർഡുണ്ട്. കോൾ റെക്കോർഡ്. ധൈര്യമായി ഒറ്റ എണ്ണത്തിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. അയ്യോ ബ്രദർ, കഴിഞ്ഞ ആഴ്ച മറ്റേ എൽഡേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ സൺഡേ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതുണ്ടായിരുന്നു, ഞാൻ കോൾ റെക്കോർഡിൽ കാണിച്ചു തരാം. ഹല്ലേലൂയ. വച്ചിട്ടിരുന്നോ? സ്തോത്രം. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? കർത്താവിന് ഒരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കോളും ഇല്ല, റെക്കോർഡും ഇല്ല. കാര്യം ന്യായമായി വിധിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്തു. നീ എന്നെ അറിയുന്നു, മേലെ കൊടുത്ത് ജീവിക്കുക. സ്തോത്രം. അല്ലാതെ എല്ലാം ഫോണിൽ വെച്ചിട്ടിരിക്കാതെ, സ്തോത്രം, ഏതവൻ ഫോണിലും കമ്പ്യൂട്ടറിൽ വെച്ചിട്ടിരുന്നോ? ഇന്ന് രാത്രി ഞാൻ വളരെ കൃത്യമായി പറയണ്ടേ, അവിടെയൊക്കെ അസ്ഥികൾ മണ്ണിനടിയിൽ തിരുവച്ചിട്ടിരിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന്റെ ഒരു ചരക്കും ഞങ്ങളുടെ കയ്യിലില്ല. സ്തോത്രം. പ്രതിരോധങ്ങളെ തരണം ചെയ്യുന്നവരായിരിക്കെ ദൈവത്തിന് കൃപയാൽ. ഇഗ്നോറൻസ് വേണ്ട, അറിവുള്ളവരായിരിക്കുക. ആത്മീയ അറിവ്. അവിശ്വാസികളാകല്ല, ഏറ്റുപറയാത്ത പാപങ്ങൾ ഉണ്ടാകല്ല. യാതൊരു കയ്പും നമുക്ക് വേണ്ട. മറ്റൊന്ന്, നിങ്ങളുടെ ആത്മീയ വിടുതലിലേക്ക് നിങ്ങളെ എത്തിക്കാതെ നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു കാര്യമാണ് സ്തോത്രം, സാത്താന്യ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ മാന്ത്രിക നിഗൂഢതകൾ. സാത്താന്യ നിഗൂഢതകൾ അല്ലെങ്കിൽ മാന്ത്രിക നിഗൂഢതകൾ, ദുരാത്മാവിൻ്റെ നിഗൂഢതകൾ. നിഗൂഢതകൾ എന്ന് പറയുമ്പോൾ അത് സാത്താന്യ നിഗൂഢതകളായിരിക്കാം, അത് ദുരാത്മാവിൻ്റെ നിഗൂഢതകളായിരിക്കാം, അത് മാന്ത്രിക നിഗൂഢതകളായിരിക്കാം. ആ മാന്ത്രിക നിഗൂഢതകൾ എന്ന് പറയുന്നതായ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, സ്തോത്രം, അതെ, നിങ്ങൾ വാരബലം നോക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ പെട്ടു. വാരബലം ഞായറാഴ്ച സ്തോത്രം പേപ്പർ വന്നു കഴിഞ്ഞാൽ തന്നെ എൻ്റെ സെൻട്രലിലുള്ളതായ പേജ് തുറന്ന് ഈ ആഴ്ച എങ്ങനെ ഇരിക്കും? തിങ്കളാഴ്ച മഴ പെയ്യോ? ചൊവ്വാഴ്ച പേമാരി ഉണ്ടാകുമോ? ബുധനാഴ്ച കടലാക്രമണം കടന്നു വരുമോ? വ്യാഴാഴ്ച ഡാം പൊട്ടുമോ എന്നൊക്കെ പറഞ്ഞ് വാരഫലം വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം, ഫോർച്യൂൺ ടെല്ലിങ്. ഫോർച്യൂൺ ടെല്ലിങ് എന്തോ മലയാളത്തിൽ? ഫോർച്യൂൺ ടെല്ലിങ്. സ്തോത്രം, ഫോർച്യൂൺ ടെല്ലിങ്. ഭാവി നോക്കുന്നത്. ഇന്ന് വന്ന ഈ ന്യൂ ജനറേഷൻ തള്ളലിൽ പ്രവചന ശുശ്രൂഷ പോലും ഒരു ഭാവി പറയുന്ന ഒരു പരിപാടിയായിപ്പോയി, ഫോർച്യൂൺ ടെല്ലിങ് ആയിപ്പോയി. എന്നാൽ പ്രവാചകൻ വാതുറക്കുന്നത് ഭാവി പറയുന്നതല്ല, നിന്നെ നിത്യതയുടെ പദ്ധതിയിൽ എത്തിക്കുന്നതാണ് യഥാർത്ഥ പ്രവചനം. അല്ലാതെ നിന്റെ ഭാവിയെക്കുറിച്ച് മറ്റേ എന്തോ തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞ് ആ കൂട്ടിൽ കിടക്കുന്നതായ തത്ത മറ്റേ ചീട്ടിനെ കൊത്തിയെടുത്ത് പറയുന്നത് പോലെ അതല്ല പ്രവചനം. ഫോർച്യൂൺ ടെല്ലിങ് അല്ല പ്രവചനം, അതല്ല ദൈവത്തിൻ്റെ ദൂത്. സ്തോത്രം. നോക്കണമേ, മാന്ത്രിക നിഗൂഢതകൾ. ജാതകം നിങ്ങൾ വായിക്കുന്നെങ്കിൽ, ജാതകം നിങ്ങൾ നോക്കുന്നെങ്കിൽ, കൈനോട്ടം സ്തോത്രം നിങ്ങൾ ചെയ്യുന്നെങ്കിൽ, അതെല്ലാം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് സ്തോത്രം വലിയ തടസ്സങ്ങളാണ്. അതുപോലെ മാന്ത്രിക നിഗൂഢതകൾ. ചില കുടുംബങ്ങളെ ഞാൻ ഓർക്കുന്നുണ്ട്, 1, 2, 3 ഫാമിലികളിൽ ചില പ്രത്യേക കാര്യങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതായ സമയത്ത് പരിശുദ്ധാത്മാവ് കാണിച്ചിട്ട് വലിയ വിലയേറിയതായ വലിയ ചാർട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ സുവനിയേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എന്തോ വലിയ ഡിസൈനുള്ളതായ വലിയ ഫോട്ടോ പോലെയുള്ള കാര്യങ്ങളായിരിക്കാം. ആരാണ്ട് കൊടുത്തതാണ്. സിംഗപ്പൂരിലെ വലിയ ആള്, സിംഗപ്പൂരിലെ ഏതോ ചൈനക്കാരൻ കൊടുത്തതാ, ഏതോ അറബി കൊടുത്തതാ. പക്ഷെ എന്നാ ബിസിനസ്സിൽ വന്നോ, എന്നാ വീട്ടിൽ വന്നോ, അന്ന് മുതൽ പ്രശ്നങ്ങളായി. ഏതോ മന്ത്രവാദം ചെയ്തിട്ടാണ് അത് അവർക്ക് കൊടുത്തത്.
സ്തോത്രം. മന്ത്രവാദം ചെയ്ത മന്ത്രവാദ ദുർഭൂതത്തെ ആവാഹിച്ചാണ് ഈ ദൈവമക്കളുടെ കയ്യിൽ സ്തോത്രം അത് ഏൽപ്പിച്ചത്. അവർ തട്ടിപ്പോകാൻ വേണ്ടി കൊടുത്തതായിരിക്കാം, അവർ അനർത്ഥത്തിൽ മരിക്കാൻ കൊടുത്തതായിരിക്കാം. പക്ഷെ ഒരുവിധമെങ്കിലും ദൈവകൃപയിൽ നിൽക്കുന്നത് കൊണ്ട് സ്തോത്രം അവർ ജീവനോടെയായിരിക്കുന്നു. വലിയ വിലയേറിയതാണ്. പക്ഷെ ഞാൻ ഓർക്കുന്നു, ഗോഫർഖാൻ മരുഭൂമിയിൽ, UAE ഒരു സ്ഥലമാണ്, പെട്രോൾ ഒഴിച്ച് അങ്ങനെയുള്ള ചിലതിനെ കത്തിച്ച് കളഞ്ഞ് ദൈവകൃപയാൽ ആ കുടുംബം വിടിവിക്കപ്പെട്ടത് ഞാൻ ഓർക്കുന്നു. ദൈവമില്ലാത്തതായ സുവനിയറുകൾ, വേദപുസ്തകത്തിൽ ഇല്ലാത്തതായ ചില പ്രത്യേക സ്തോത്രം വിഗ്രഹ രൂപങ്ങൾ, അത് നിങ്ങളുടെ സ്തോത്രം ഭവനത്തിൽ വരുമ്പോൾ അതെല്ലാം നിങ്ങളെ ഉപരോധത്തിൽ ആക്കി തീർക്കുന്നു. ഒരു വാക്യം വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 24, 25, 26. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 24 മുതൽ 26 വരെ. അവിടെ ദേവന്മാരെ നമസ്കരിക്കരുത്, അവയെ സേവിക്കരുത്. അവരെ ദേവന്മാരെ നമസ്കരിക്കരുത്, പിന്നെ അവരെ സേവിക്കരുത്. സേവിച്ചാൽ എന്ത് ചെയ്യും? അവിടെ പ്രവൃത്തികൾ പോലെ പ്രവർത്തിക്കും. അവിടെ പ്രവൃത്തികൾ പോലെ പ്രവർത്തിക്കരുത്, പകരം അവരെ അശേഷം നശിപ്പിച്ച് അവരെ വിഗ്രഹങ്ങളെ തകർത്ത് കളയണം. 25-ാം വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ദൈവം അനുഗ്രഹിക്കും, രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്ന് ദൈവം നീക്കിക്കളയും. ഇന്ന് രാത്രി കേട്ടോ, കൊറോണ ഉൾപ്പെടെയുള്ളതായ രോഗങ്ങളെ ദൈവം നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ദൈവം അനുഗ്രഹിക്കും. 26-ാം വാക്യം. ഗർഭമലസുന്നവളും മച്ചിയും നിന്റെ ദേശത്ത് ഉണ്ടാകയില്ല, നിന്റെ ആയുഷ്കാലം പൂർത്തിയാകും. ഗർഭമലസുന്നവർ, അബോർഷൻ നിന്റെ വീട്ടിൽ ഉണ്ടാകത്തില്ല. കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സഹോദരി, ഒരു മാതാവ് സ്തോത്രം നിന്റെ വീട്ടിൽ കാണത്തില്ല. മച്ചി നിന്റെ ദേശത്തുണ്ടാകുകയില്ല. ഖ്രസ്വായുസ് അല്ല, നിന്റെ ആയുഷ്കാലം ദൈവം പറയുന്നു ഞാൻ പൂർത്തിയാക്കും. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. ഒരു നോ ക്ലെയിം ബോണസ് ആണ് ആ ഭാഗത്ത് പറയുന്നത്. നോ ക്ലെയിം ബോണസ്. കാർ ഓടിക്കുന്നവർ എല്ലാ വർഷവും സ്തോത്രം ഇൻഷുറൻസിന് പൈസ കൊടുക്കുന്നു. ഇൻഷുറൻസിന് പൈസ കൊടുത്ത് ജീവിക്കുന്നതായ സമയത്ത് അവസാനം നോ ക്ലെയിം ബോണസിന്റെ നന്മ കിട്ടുന്നത് പോലെ ഒരു ലൈഫ് ടൈം നന്മയാണ് കർത്താവ് പറയുന്നത്. നിന്റെ ആയുഷ്കാലം നീ പൂർത്തിയാക്കും. അതിന്റെ ഒരർത്ഥം ഇതാണ്, അത് ശൂന്യമാകത്തില്ല, അത് നിറഞ്ഞിരിക്കും. ഗർഭമലസുന്നവൾ സ്തോത്രം ഉണ്ടാകുകയില്ല, മച്ചി നിന്റെ ദേശത്ത് ഉണ്ടാകുകയില്ല. 25-ാം വാക്യം. സ്തോത്രം. നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും, രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ഇനി രാത്രി യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, നിന്റെ പേഴ്സിൽ ഇരിക്കുന്ന, നിന്റെ ബാങ്കിൽ ഇരിക്കുന്ന ഒരു പൈസ പോലും ഒരു ഹോസ്പിറ്റലുകാരും തിന്നുകയില്ല. നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? സ്തോത്ര വിഗ്രഹ രൂപങ്ങളെ നിന്റെ ഷോക്കേസിൽ നിന്ന് നീക്കിക്കളയണം, നിന്റെ വീട്ടിൽ നിന്ന് നീക്കിക്കളയണം. അന്യാരാധന സിംബൽസ്, അടയാളങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് നീക്കിക്കളയണം. 2006 മുതൽ സ്തോത്രം 2019 വരെ മിക്കവാറും വർഷങ്ങളിൽ ഞാൻ സ്തോത്രം ഇസ്രായേൽ ട്രിപ്പിന് ജനത്തെ കൊണ്ടുപോകാറുണ്ട്. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രത്യേകിച്ച് ഈജിപ്തിൽ പോകുമ്പോൾ. ഈജിപ്ത് എനിക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത ഒരു രാജ്യമാണ്, ഇനി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈജിപ്തിൽ പോകുമ്പോഴേക്കും പിരമിഡ് മേടിക്കാം. പിരമിഡ് എല്ലാ വീടുകളിലും അവർ മേടിക്കും. സ്തോത്രം. പിരമിഡ് എന്തിനാ? പേപ്പർ വെയിറ്റ് ആയിട്ടൊക്കെ വെക്കാം. പിരമിഡ് എന്താ? പിരമിഡ് എന്നറിയോ? പിരമിഡ് എന്ന് പറയുന്നത് കല്ലറയാണ്. മരണത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പിരമിഡ്. ഫറവോനെ അടക്കിയിരിക്കുന്നതായ കല്ലറയാണ് പിരമിഡ് എന്ന് പറയുന്നത്. ഒരു പിരമിഡിനെ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുമ്പോഴേക്കും സ്പിരിറ്റ് ഓഫ് ഡെത്ത്, മരണത്തെയാണ് നീ ഇൻവൈറ്റ് ചെയ്യുന്നത്. മരണത്തിന്റെ അടയാളമാണ് പിരമിഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി പിരമിഡ് ഇരിക്കുന്ന ആരെങ്കിലും വീട്ടിൽ പിരമിഡ് ഉണ്ടെങ്കിൽ, ഓഫീസിൽ പിരമിഡ് ഉണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ സ്തോത്രം അതെ തോട്ടിൽ കളയരുത്. കടലിൽ കളഞ്ഞാൽ ഏറ്റവും നല്ലത്. വീണ്ടും തിരിച്ചു വരാത്ത രൂപത്തിൽ എത്രയും പെട്ടെന്ന് പുറത്ത് കളഞ്ഞാട്ടെ. എന്നിട്ട് അതിന് പുറത്തെറിഞ്ഞു കളഞ്ഞിട്ട് പറ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിയിരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വണങ്ങും. കാരണം പിരമിഡ് സ്തോത്രം അത് മരണത്തെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള നൂറുകണക്കിന് കാര്യങ്ങൾ എനിക്ക് പറയാൻ തക്കൊണ്ടെങ്കിലും ഓബ്ജക്റ്റിന്റെ രൂപത്തിൽ ലോകത്തിൽ മറ്റേത് രാജ്യങ്ങളെക്കാളും സ്തോത്രം ഈ രാജ്യത്തിലാണ് അങ്ങനെയുള്ള ഉപകരണങ്ങൾ, അങ്ങനെയുള്ള കാര്യാദികൾ ഏറ്റവും അധികമായിട്ടുള്ളത്. സാത്താന്യ ശക്തികൾ, മരണം, നഷ്ടം, സ്തോത്രം, ശാപങ്ങൾ, പോരാട്ടങ്ങൾ കടന്നു വരാൻ സാധ്യതയുള്ളതായ മാന്ത്രിക നിഗൂഢതകളെ, സാത്താന്യം നിഗൂഢതകളെ യേശുവിന്റെ നാമത്തിൽ എറിഞ്ഞു കളയുക. ഉടയ്ക്കേണ്ടതിനെ ഉടയ്ക്ക്, പുറത്താക്കേണ്ടതിനെ പുറത്താക്ക്.
നീക്കേണ്ടതിന് നീക്ക്, സ്തോത്രം, എന്നിട്ട് വന്നിട്ട് ആരാധിക്ക്, എന്നിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം അതെ പ്രാർത്ഥിക്കുക, ദൈവം അത് കേൾക്കുക. ഉടനെ ചിലർ ചോദിക്കുമായിരിക്കും, അയ്യോ അപ്പം ഈ കഴുത്തി കിടക്കുന്ന കുരിശോ, ഈ കുരിശ് മാറ്റണമോ? സ്തോത്രം, നിന്റെ കഴുത്തി കിടക്കുന്ന കുരിശ് കർത്താവിൻ്റെ കുരിശാണോ എനിക്കറിയത്തില്ല, അതോ കള്ളൻ്റെ കുരിശാണോ? രണ്ട് കള്ളന്മാരും തൂങ്ങിയത് ഇതുപോലെയുള്ളതായ കുരിശിലാണ്. കർത്താവിൻ്റെ കുരിശാണോ കള്ളൻ്റെ കുരിശാണോ? കള്ളനായ സാത്താൻ്റേതാണ് എന്ന് തോന്നുന്ന സകലത്തെ നീക്കി നിന്റെ ശരീരമാകുന്ന ആലയത്തെ ദൈവത്തിൻ്റെ ആലയമായി പഥ്യത്തിൽ സൂക്ഷിക്കുമ്പോഴാണ് ഉപരോധങ്ങൾ നീക്കപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയാൽ മുന്നേറുന്നത്. പലർക്കും ദൈവിക ശുഭത പ്രാപിപ്പാൻ കഴിയാതിരിക്കുന്നത് അറിവില്ല, അവിശ്വാസമാണ്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപങ്ങളുണ്ട്. സ്തോത്രം, അതെ കയ്പിൽ ജീവിക്കുകയാണ്, പലരോടും ക്ഷമിച്ചിട്ടില്ല, സാത്താന്യ നിഗൂഢതകളാണ്. രണ്ട് കാര്യം കൂടെ 2 മിനിറ്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 6ാമത്തെ കാര്യം, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം തന്നെ താഴേക്ക് വായിക്കുമ്പോൾ 24 മുതൽ 26 വരെയാണ് നമ്മൾ വായിച്ചത്. പക്ഷെ 32-ാം വാക്യം വായിച്ചാട്ടെ. സ്തോത്രം, 32-ാം വാക്യം, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 32-ാം വാക്യം. അതിലിങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. അൺഗാളി കവനൻസ്, വളരെ ശ്രദ്ധിക്കുക യുവതി യുവാക്കൾ, വളരെ ശ്രദ്ധിച്ചാട്ടെ. അൺഗാളി കവനൻസ്, അവരോടെങ്കിലും അവിടെ ദേവന്മാരോട് എങ്കിലും നീ ഉടമ്പടി ചെയ്യരുത്. അവരോടെങ്കിലും അവിടെ ദേവന്മാരോടെങ്കിലും നീ ഉടമ്പടി ചെയ്യരുത്. ഉടമ്പടി, അൺഗാളി കവനൻസ്, സ്തോത്രം, ദൈവമില്ലാത്ത ഉടമ്പടി ചെയ്യല്ല, ദൈവമില്ലാത്ത ഉടമ്പടി. ബിസിനസ് പാർട്ട്നേഴ്സ് ഉടമ്പടിയിലേക്കാണ് പ്രവേശിക്കുന്നത്. പക്ഷെ ഒരാൾ വന്നിട്ട് പറയുകയാണ്, എൻ്റെ ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഉടനെ ചോദിക്കും, പാർട്ട്ണർ ഉണ്ടോ? ഉണ്ട്. അവരാരാണ്? ദൈവമക്കളാണോ? അല്ല, അവര് എക്സെട്ര ഇങ്ങനെ ഉള്ളവരാണ്. ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം സ്തോത്രം നിന്നെ കേടില്ലാതെ പുറത്തെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം, നിന്നെ കേടില്ലാതെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ കോർപ്പറേറ്റായി ആ ബിസിനസ്സിൽ ഒരിക്കലും ഒരനുഗ്രഹം ഒരു വിടുതലും ഉണ്ടാകത്തില്ല. കാരണം ദൈവം അറിയാത്തവനാണ് മറ്റേ പാർട്ട്ണർ. കാരണം 2 പേർ ഒരുമിച്ച് നിന്നാൽ, ഒരേ ദൈവമക്കളാണെങ്കിൽ മാത്രമേ അവിടെ അനുഗ്രഹം നിൽക്കത്തുള്ളൂ. അത് ബിസിനസ് ആകട്ടെ, അത് ശുശ്രൂഷയാകട്ടെ, പ്രത്യേകിച്ച് അത് കുടുംബജീവിതമാകട്ടെ. ഉടമ്പടി അൺഗാളി കവനന്റ് ആണെങ്കിൽ ദൈവത്തിന് അതിന് അനുഗ്രഹിക്കാൻ കഴിയത്തില്ല. 2 ഒരുപോലെ നിന്നാൽ മാത്രമേ അവിടെ അനുഗ്രഹമുള്ളൂ. ഒരുവൻ 1000-ത്തെയും, ബാക്കി പറ, 20 10,000-ത്തെയും പിന്തുടരും. ഒരുവർ 1000-ത്തെയും 20 2000 എന്നാണ് മാത്സ് ടീച്ചർ പറഞ്ഞത്. 1000 + 1000 = 2000. എന്നാൽ ആ ടീച്ചറിൻ്റെ പേര് എനിക്ക് ഒന്ന് 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ആ ടീച്ചറിൻ്റെ പേര് പങ്കി എന്നാണ്. പങ്കി ടീച്ചർ മരിച്ചു കാണും. പക്ഷെ പങ്കി ടീച്ചർ സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ പറയും, ടീച്ചർ പഠിപ്പിച്ചത് തെറ്റാണ്. കാരണം എൻ്റെ ദൈവം പഠിപ്പിച്ചത് ഒരുവൻ 1000-ത്തെയും 2 പേർ 2000-ത്തെയും പിന്തുടരുമെന്നല്ല, ഒരുവൻ 1000-ത്തെയും 2 പേർ 10,000-ത്തെയും പിന്തുടരും. അവിടെ അഡീഷണൽ ഉള്ളത്, അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണുള്ളത്, അവിടെ ഗുണനമാണുള്ളത്, അവിടെ പെരുക്കമാണുള്ളത്. അടുത്തുള്ളവരെ നോക്കി പറ, ഇതെൻ്റെ പെരുക്കത്തിൻ്റെ സീസണാണ്. ആ പെരുക്കത്തിന്റെ സീസൺ ആണെങ്കിൽ കണ്ടീഷൻ ഇതാണ്, ഉപരോധം, സ്തോത്രം, അൺഗാളി ഉടമ്പടികളിൽ നിന്ന് പുറത്തു വന്നാട്ടെ, ദൈവമില്ലാത്ത ഉടമ്പടികളിൽ നിന്ന് പുറത്തു വന്നാട്ടെ. മാരേജ് ഈസ് എ കവനന്റ്. സ്തോത്രം, 100 കണക്കിന് വിവാഹങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. സ്തോത്രം, മാരേജ് ഈസ് എ കവനന്റ്. ആ കല്യാണത്തിന് വേണ്ടി സുഹൃത്ത് ഏതാ പാട്ട്? സ്തോത്രം, ഇൻ ഹീസ് ടൈം, ഇൻ ഹീസ് ടൈം. അത് പാടി കഴിയുമ്പോഴേക്കും സ്തോത്രം അത് എഴുന്നേറ്റ് 20 മിനിറ്റിനകത്ത് നിൽക്കുന്ന അല്ലെ 15 മിനിറ്റ് ഒരു മെസ്സേജ് പറഞ്ഞിട്ട്, ഏതേൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വയെ യോജിപ്പിച്ചവനായ കർത്താവേ, ഇവരെ യോജിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ ഓഡിറ്റോറിയത്തിന്റെ വാതിൽക്കൽ നിന്ന് ലൂസിഫർ ചിരിക്കുകയായിരിക്കാം. കാരണം ഇവരെ യോജിപ്പിച്ച പലപ്പോഴും അമേരിക്കൻ വിസയാണ്, ഇവരെ യോജിപ്പിച്ച പലപ്പോഴും കനേഡിയൻ PR കാർഡാണ്, ഇവരെ യോജിപ്പിച്ചത് പലപ്പോഴും മാസ്റ്റേഴ്സാണ്, ഇവരെ യോജിപ്പിച്ചത് ഹ്യൂജ് സ്തോത്രം അതേ സ്ത്രീധനമാണ്. ദൈവമല്ലാതെ അവളെ പൈസ കണ്ട് യോജിച്ചു എങ്കിൽ, ദൈവമല്ലാതെ അവളെ തൊലിനിറം കണ്ട് യോജിച്ചു എങ്കിൽ, ദൈവമല്ലാതെ അവളെ വേറെ എന്തെങ്കിലും കണ്ട് യോജിച്ചെങ്കിൽ, അവൻ്റെ എന്തെങ്കിലും കണ്ട് യോജിച്ചെങ്കിൽ അതിൻ്റെ പേരാണ് അൺഗാളി കവനന്റ്. ദൈവമല്ല അവരെ യോജിപ്പിക്കുന്നത്, ദൈവമല്ല അവരെ യോജിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവായിരിക്കണം അവരെ യോജിപ്പിക്കേണ്ടത്. അതുകൊണ്ട് വീട്ടിൽ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ ഇന്ന് രാത്രി ദൈവകൃപയാൽ മനസ്സിലാക്കണം, റിങ്ങല്ല യോജിപ്പിക്കേണ്ടത്, മഞ്ഞച്ചരടല്ല യോജിപ്പിക്കേണ്ടത്, താരിമാലയല്ല യോജിപ്പിക്കേണ്ടത്, സ്തോത്രം പുഷ്പഹാരമല്ല അവരെ യോജിപ്പിക്കേണ്ടത്. സർവശക്തനായ ദൈവം അവരെ യോജിപ്പിക്കണം. അവർ വിശ്വാസികളായിരിക്കണം, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കണം, കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കണം, മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിരിക്കണം, മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കണം, മാതാപിതാക്കളുടെ ഹൃദയത്തെ തകർക്കുന്നവരും വഞ്ചിക്കുന്നവരുമായി ആകല്ല.
അവിടെ മാത്രമേ ദൈവത്തിൻ്റെ ശാശ്വതമായ അനുഗ്രഹത്തിന് ഇറങ്ങി നിൽപ്പാൻ നിൽക്കണം കഴിയത്തുള്ളൂ. കവനൻസ്, ഉടമ്പടികൾ നോക്കിയാട്ടെ. നോഹയുടെ മേൽ ദൈവം നൽകിയതായ ഉടമ്പടി അനുഗ്രഹമായിരുന്നു. മനോഹരമായ വില്ലിനെ വെച്ചുള്ള നല്ലൊരു ഉടമ്പടി. 7 പ്രസംഗമാണ് 7 ഉടമ്പടികളെക്കുറിച്ച്. അബ്രഹാമിൻ്റെ ഉടമ്പടി, വിശ്വാസികളെ കുറിച്ച് ദൈവം പറഞ്ഞ ഉടമ്പടി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്തോത്രം അനുഗ്രഹത്തിൻ്റെ ഉടമ്പടിയാണ് അബ്രഹാമിൻ്റെ ഉടമ്പടി. മോശയ്ക്ക് ദൈവം നൽകിയ ഉടമ്പടി, മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട ഉടമ്പടി, ദാവീദിന്റെ ഉടമ്പടി. സോ നോഹ, അബ്രഹാം, മോശ, ദാവീദ്, സഭ ഉള്ള ആ ഉടമ്പടികളെല്ലാം ഭയങ്കരമായി ബൂം ചെയ്തു എങ്കിൽ, ഭയങ്കരമായി വർധനവ് പ്രാപിച്ചുവെങ്കിൽ, ഉപരോധങ്ങളെ തരണം ചെയ്യാം. സ്തോത്രം. ലോകത്തിൽ പിശാച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകല വിധത്തിലുള്ള ഉപരോധങ്ങളെ തരണം ചെയ്യുവാൻ അൺകാളിയായിട്ടുള്ള സകല ഉടമ്പടികളിൽ നിന്ന് പുറത്തു വരാം. ദൈവമില്ലാത്തതായ വാക്കുകൾ, ദൈവമില്ലാത്ത ഉടമ്പടികൾ, ദൈവമില്ലാത്ത വാക്കുകൾ ആർക്കെങ്കിലും കൊടുത്തെങ്കിൽ മനസ്സന്തരപ്പെടുക. ആ വാക്കുകളെ ബ്രേക്ക് ചെയ്താട്ടെ. കർത്താവെ തെറ്റിപ്പോയി, ദൈവമില്ലാത്ത വാക്ക് കൊടുത്തുപോയി, കർത്താവില്ലാത്ത വാക്ക് കൊടുത്തുപോയി, സോളിഷ് വാക്ക് കൊടുത്തുപോയി, ജഡത്തിൻ്റെ ഇംഗിതത്തിൻ്റെ വാക്ക് കൊടുത്തുപോയി. ആ വാക്കുകളെല്ലാം ഡിഫ്യൂസ് ചെയ്യപ്പെടട്ടെ. മനസ്സിലാകുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവമില്ലാതെ ഞാൻ നിന്നെ നോക്കിക്കൊള്ളാമേ, ഞാൻ നിന്നെ സൂക്ഷിച്ചോളാമേ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമേ, ഞാൻ നിന്നെ നടക്കാമേ, എക്സെട്രാ എക്സെട്രാ ഉണ്ടല്ലോ. അങ്ങനെയുള്ള എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ആ വാക്ക് പറയുമ്പോൾ അവിടെ സ്തോത്രം, ഒന്നുകിൽ ദൈവസ്നേഹം, ദൈവകൃപ, ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള കർത്താവ് ഇറങ്ങി നിൽക്കുന്നു, ഇല്ല എങ്കിൽ അവിടെ ദുരാത്മാക്കൾ ഇറങ്ങി നിൽക്കുന്നു, ദുർഭൂതങ്ങൾ ഇറങ്ങി നിൽക്കുന്നു. അൺഗോളി കവനന്റ് ബ്രേക്ക്. അതിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഈ ഉപരോധത്തെ തരണം ചെയ്ത് ദൈവം നിനക്ക് വേണ്ടി വച്ചിരിക്കുന്ന സ്ഥാനത്തെത്താൻ പറ്റത്തുള്ളൂ. ആക്ച്വലി ഇത് ഫിസിക്കൽ ഗ്യാതറുകൾ ഒരുമിച്ച് കൂട്ടി നിർത്തി ഇതിൻ്റെ ഓരോ പോയിന്റ് റിപ്പൻറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു ദൂത. റിപ്പൻറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് അപ്പോൾ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് കാണാൻ കഴിയും കൂട്ടമായിട്ട് ഭൂതങ്ങൾ ഇങ്ങനെ അലറുന്നത്. റിയലി എന്നെ ബ്ലിങ്ക് ചെയ്യുന്നത് നോക്കാതെ സ്തോത്രം ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ഇതൊരു ഡെലിവറൻസ് ദൂതാണ്. സ്തോത്രം. ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് വിടുതലാണ്. ഹല്ലേലൂയ. അൺഗോളി കവനന്റ്, ദൈവമില്ലാത്ത ഉടമ്പടികൾ ചെയ്യരുത്. ദൈവമില്ലാത്ത ഉടമ്പടി നീ ചെയ്തു കഴിഞ്ഞാൽ ഏത് വ്യക്തിയോട് ചെയ്താലും, ദൈവം അനുവദിക്കാത്ത ബന്ധങ്ങളോട്, ദൈവം അനുവദിക്കാത്ത വ്യക്തികളോട് ഉടമ്പടി ചെയ്യുമ്പോൾ അതിനിടയിൽ വന്നിരിക്കുന്ന ഒരു ദുരാത്മാവുണ്ട്. വേണ്ട ഉപരോധങ്ങളെ തരണം ചെയ്യുക. 7ാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. എല്ലാ ദിവസവും ഞാൻ ലേറ്റ് ആകുകയാണല്ലോ, നാളെയെങ്കിലും നേരത്തെ നിർത്താൻ നോക്കാം. 7ാമതായി ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 28 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങൾ. തൊട്ട് താഴെ 15 മുതൽ 69 വരെയുള്ള 55 വാക്യങ്ങൾ ശാപത്തിൻ്റെ വാക്കുകൾ. 15 മുതൽ 69 വരെ, 15 മുതൽ 69 വരെയുള്ള 55 വാക്യങ്ങൾ ശാപത്തിൻ്റെ വാക്കുകൾ. ഒരുപക്ഷെ നിങ്ങൾ ഉപരോധത്തിലാക്കുന്നത്, നിന്നെ ഒരു പരിധിക്കപ്പുറം മുന്നേറാതെ ഒരു ഗ്ലാസ് ചേംബറിൽ നിന്നെ ഇട്ടിരിക്കുന്നത്, അൺസീൻ റിലത്തിൽ നിന്നെ ഒതുക്കി നിർത്തിയിരിക്കുന്നത് എന്തായിരിക്കാം? ഒരു ശാപമായിരിക്കാം. ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കണേ. ആവർത്തന പുസ്തകം സ്തോത്രം 28-ാം അധ്യായമാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക്. ആവർത്തന പുസ്തകം 28-ാം അധ്യായമാണ് നിങ്ങളുടെ ഹോംവർക്ക്. ഇന്ന് രാത്രിയിലുള്ള ഹോംവർക്ക് ആവർത്തന പുസ്തകം 28-ാം അധ്യായം വായിക്കുക. 28-ാം അധ്യായം ആദ്യത്തെ 14 വാക്ക് ഒരു പേപ്പറിൽ നല്ല ഹാൻഡ് റൈറ്റിംഗിൽ ടൈം എടുത്ത് എഴുതി ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ഉറക്കമണീക്കുമ്പോൾ കാണത്തക്ക രീതിയിൽ ഏതെങ്കിലും അലമാരയിലോ ബെഡിന്റെ മുൻപിലോ നിങ്ങളുടെ ബെഡ്റൂമിൽ ഒട്ടിച്ചു വെക്കുക. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള അനുഗ്രഹത്തിന്റെ വചനങ്ങൾ എന്നും അത് വായിക്കുക. എന്നിട്ട് നീ അനുഗ്രഹിക്കപ്പെടും എന്നതിന് പകരം നിങ്ങളുടെ പേരെഴുതിയാട്ടെ. സുരേഷ് അനുഗ്രഹിക്കപ്പെടും, സുരേഷ് അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, സുരേഷ് പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ആരോ തല ഉയർത്തി നോക്കി, അസൂയുള്ളത് കൊണ്ടാണ്. സ്തോത്രം. സുരേഷ് വയലിൽ അനുഗ്രഹിക്കപ്പെടും, വീട്ടിൽ അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കുള്ള ഹോംവർക്ക് അതാണ്, അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ. എന്നാൽ 55 വാക്യങ്ങൾ അത് ശാപത്തിൻ്റെ വചനങ്ങളാണ്. എന്താ ശാപത്തിൻ്റെ ലക്ഷണങ്ങൾ? ആ ശാപത്തിൻ്റെ ലക്ഷണങ്ങൾ ഒരു ഹ്യൂജ് ലിസ്റ്റ് എനിക്ക് പറയാൻ കഴിയും. ചിലത് മാത്രം പറയട്ടെ. ആ ശാപമാണ് ഒരു പ്രത്യേക പരിധിക്കപ്പുറം നിങ്ങൾക്ക് പോകുവാൻ കഴിയാതെ നിങ്ങളെ ഉപരോധത്തിലേക്ക് ആക്കുന്നത്. നിങ്ങളുടെ വൈകാരിക തകർച്ചകൾ, നാഡീ സ്തംഭനങ്ങൾ, വൈകാരിക തകർച്ചകൾ, മനസ്സ് തളർന്നു പോയി നാഡീ സ്തംഭനങ്ങൾ, അത് ശാപത്തിൻ്റെ ലക്ഷണങ്ങളാണ്.
പാരമ്പര്യ രോഗങ്ങൾ, അപ്പൻ്റെ രോഗം, അമ്മയുടെ രോഗം, ഒലിച്ചിറങ്ങുന്നതായ ആമയിഴഞ്ചാൻ തോട് പോലെ. ഇവിടുത്തെ അപ്പുറത്തുള്ള ഒരു തോടാണ്, അഴുക്ക് വെള്ളമാണ് അതിൽ മുഴുവൻ. സ്തോത്രം. അഴുക്ക് വെള്ളം ഒഴുകുന്ന തോട് പോലെ അപ്പൻ്റെയും അമ്മയുടെയും തിന്മകൾ ഒഴുകുന്ന, അപ്പൻ്റെയും അമ്മയുടെയും പൂർവികരുടെയും തിന്മകൾ ഒഴുകുന്ന, സ്തോത്രം, ശാപങ്ങൾ ഒഴുകുന്നു എങ്കിൽ, രോഗങ്ങൾ ഒഴുകുന്നുവെങ്കിൽ, പാരമ്പര്യ രോഗമുണ്ടെങ്കിൽ അത് ശാപമാണ്. ഗർഭഛിദ്രങ്ങൾ, അടിക്കടി കടന്നു വരുന്നതായ ഗർഭഛിദ്രങ്ങൾ, പിന്നെയും കടന്നു വരുന്ന, ഞാൻ പറയുന്നത് പിന്നെയും കടന്നു വരുന്ന ഗർഭഛിദ്രങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അതൊരു കോമയല്ല. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പായി തീരട്ടെ. ഹല്ലേലൂയ. വിവാഹ തകർച്ചകൾ അത് ശാപത്തിൻ്റെ ലക്ഷണമാണ്. വിവാഹ തകർച്ചകൾ, വീണ്ടും സാമ്പത്തിക ലോപങ്ങൾ. ഒരു മാസത്തിന് അവസാനം വരുമ്പോൾ കടം മേടിച്ചാലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സാമ്പത്തിക ലോപങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. പക്ഷെ അവസാനം സ്തോത്രം കൈനീട്ടി മേടിക്കേണ്ട ഗതികേട് വരികയാണ്. സാമ്പത്തിക ലോപങ്ങൾ വരുന്നെങ്കിൽ അത് സ്തോത്രം ശാപത്തിൻ്റെ അടയാളങ്ങളാണ്. അടിക്കടി വരുന്നതായ അപകടങ്ങൾ. അടുക്കളയിൽ പോയി ചായ ഇട്ടു. ചായ ഇടുമ്പോഴേക്കും സ്തോത്രം എന്നും കൈ പൊള്ളുകയാണ്. വല്ലപ്പോഴും പൊള്ളുന്നതല്ല ഞാൻ പറഞ്ഞ, എന്നെ പോലെ സ്തോത്രം എന്നും പൊള്ളുകയാണ്. വർഷത്തിലൊന്നോ 2 വർഷത്തിലൊന്നോ ഒരു ദിവസമോ പൊള്ളുന്നതല്ല, എന്നും പൊള്ളല്. എന്നും സ്തോത്രം ഫ്രിഡ്ജ് പിടിച്ച് അടയ്ക്കുമ്പോൾ അയ്യോ അറിയാതെ വിരലകത്തായിപ്പോയി. കാടടയ്ക്കുമ്പോൾ സ്തോത്രം അകത്തായിപ്പോയി. നടക്കുമ്പോൾ കാല് പെട്ടെന്ന് ട്വിസ്റ്റായിപ്പോയി. അപകടങ്ങൾ ഉണ്ടാകുകയാണ്. ശരീരത്തിന് സ്തോത്രം ഛേദങ്ങൾ വരികയാണ്. ശരീരത്തിന് വേദനകൾ വരുന്ന, കാര്യാദികൾ വരുന്നു. ശാപമാണ്. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. സ്തോത്രം. ഹ്രസ്വായുസിന്റെ അനുഭവമാണ് വീട്ടിലുള്ളത്. ദീർഘായുസ് കാണുന്നില്ല. പൂർവികരുടെ ചരിത്രം തന്നെ നോക്കുമ്പോൾ ഹ്രസ്വായുസിൽ വെച്ചാണ് സ്തോത്രം പലരും ഈ ലോകത്ത് മാറ്റപ്പെടുന്നത്. ശാപങ്ങളായിരിക്കാം. അവസാനമായി ഞാൻ നിർത്തട്ടെ. അപ്രതീക്ഷിതമായി കടന്നു വരുന്ന നഷ്ടങ്ങൾ. റാഞ്ചൻ പക്ഷമെന്ന റാഞ്ചി കൊണ്ടുപോകുന്നത് പോലെ നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്നതായ അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ. എന്നാൽ സ്തോത്രം ഇന്ന് രാത്രി ശാപത്തെ ഹൈലൈറ്റ് ചെയ്യാനാണ് ഞാൻ ഇരിക്കുന്നത്. ഒരിക്കലും അല്ല. ശാപമല്ല വലുത്, സാത്താനല്ല വലുത്, ബന്ധനമല്ല വലുത്. ഇതിനൊക്കെ പരിഹാരം വരുത്തിയ കർത്താവ് യേശുവാണ് വലിയവൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് നിങ്ങളുടെ സകല ശാപങ്ങളെ കാൽവരി ക്രൂശിന്മേൽ ഏറ്റെടുത്തു. യേശു കർത്താവ് നിങ്ങളുടെ സകല ശാപങ്ങളെ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ ഏറ്റെടുത്തു. കാരണം അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, യേശു അവൻ തലയിൽ സ്വന്തം ശിരസിൽ അവനൊരു മുൾക്കിരീടം ചുമന്നു. ആ മുൾക്കിരീടം ചുമന്ന യേശു സ്വന്തം തോളിൽ തലചായ്ച്ച് വിളിച്ചു പറഞ്ഞു, പിതാവേ, തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. യേശു കർത്താവ് സ്വന്തം തോളിൽ തല ചായ്ച്ച് അവൻ ആത്മാവിനെ ഏൽപ്പിച്ചു. യേശുവിൻ്റെ തല കുനിഞ്ഞു. മുൾക്കിരീടം ചൂടിയ യേശുവിൻ്റെ തല കുനിഞ്ഞു. സുവിശേഷം. മുൾക്കിരീടം ചൂടിയ യേശുവിൻ്റെ തല കുനിഞ്ഞു എങ്കിൽ ശാപം ഏറ്റെടുത്ത യേശുവിൻ്റെ തല ചരിയപ്പെട്ട സ്ഥാനത്ത് അബ്രഹാമിൻ്റെ അനുഗ്രഹം ചുമക്കുന്ന നിന്റെ തല ചുറ്റുമുള്ള ശത്രുക്കളുടെ മുൻപിൽ ഉയരുവാൻ വേണ്ടി പോകുന്നു. 27-ാം സങ്കീർത്തനം അങ്ങനെ തന്നെ പറയുന്നു. സ്തോത്രം. ഇപ്പോൾ ചുറ്റുമുള്ള ശത്രുക്കളുടെ മുൻപിൽ 27:6 ഇപ്പോൾ ചുറ്റുമുള്ള ശത്രുക്കളുടെ മുൻപിൽ എൻ്റെ തല ഉയരും. ഇപ്പോൾ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. വായു തുറന്ന് പറഞ്ഞാട്ടെ, ഇപ്പോൾ ചുറ്റുമുള്ള, നീ തീർന്നു പോയി, അവൻ തീർന്നു, അവൾ തീർന്നു എന്ന് വെല്ലുവിളിക്കുന്നതായ ശബ്ദങ്ങളുടെ ഉടമകളുടെ നടുവിൽ, ചുറ്റുമുള്ള വ്യക്തികളുടെ നടുവിൽ, ചുറ്റുമുള്ള ശത്രുക്കളുടെ മുൻപിൽ നിന്റെ തല ഉയരുവാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് സ്തോത്രം. അതേ, ദൈവകൃപയാൽ പിടിച്ചു നിന്നാട്ടെ. ഉപരോധങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ തരണം ചെയ്യാം. കർത്താവിൻ്റെ സന്നിധിയിൽ 5 മിനിറ്റ് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. അതിനുശേഷം സ്തോത്രം ഇന്നത്തെ പ്രയർ റിക്വസ്റ്റിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഏവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. ഈ രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചേ. താങ്ക് യു ജീസസ്. വി പ്രൈസ് യുവർ ഹോളി നെയിം ഗോഡ്. താങ്ക് യു ജീസസ്. ഏവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഗീതം പോലെ എന്നെ
നിത്യം നടത്തിയിടണമേ. എൻ്റെ പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ, എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ, നിരാത്രി ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് കുശവന്റെ കയ്യിൽ കളിമണ്ണ് അമർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചാട്. യേശുവിൻ്റെ രക്തത്താൽ ജയം. ഈ അന്തരീക്ഷത്തിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അദൃശ്യമായ സകല ദുഷ്ടതന്ത്രങ്ങൾ തകരട്ടെ. അദൃശ്യമായ ചിലന്തി വല പോലെ പിശാച് കുരുക്കുന്ന സകല ശാപക്കെട്ടുകൾ യേശുവിൻ്റെ രക്തം ചെയ്യുമെന്ന് രാത്രി തകരട്ടെ. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ തന്നെ ദുരാത്മാക്കൾ വിറയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. കർത്താവിൻ്റെ വിടുതൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. ഈ പ്രാർത്ഥന എല്ലാവരും ശബ്ദമുയർത്തി ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാട്ടെ. പ്രിയ കർത്താവേ, പറഞ്ഞേ, പ്രിയ കർത്താവേ, ഇന്ന് രാത്രി സത്യം ഞാൻ കേട്ടിരിക്കുന്നു. സത്യം എന്നെ സ്വതന്ത്രമാക്കട്ടെ. കർത്താവായ യേശുവേ, എൻ്റെ അറിവില്ലായ്മകളെ അവിടുന്ന് ക്ഷമിക്കണമേ. അങ്ങയുടെ വെളിപ്പാടിൻ്റെ, അങ്ങയുടെ വചനത്തിൻ്റെ അറിവിലേക്ക് എന്നെ അവിടുന്ന് നടത്തണമേ. പ്രിയ കർത്താവേ, സകല അവിശ്വാസത്തെ, സകല ഹൃദയ കാഠിന്യത്തെ അവിടുന്ന് എന്നിൽ നിന്ന് നീക്കണമേ. തികഞ്ഞ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് നൽകണമേ. പറഞ്ഞ കർത്താവേ, എല്ലാ കയ്പും എല്ലാ പകയും എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. ആരോടെങ്കിലും എന്തെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ശബ്ദമുയർത്തി അവിടെ പേരുകൾ പറഞ്ഞാട്ടെ. 30 സെക്കൻഡ് അവിടെ പേരുകൾ പറഞ്ഞാട്ടെ. ഞാനവരോട് ക്ഷമിക്കുന്നു, ഞാനവരോട് ക്ഷമിക്കുന്നു. പറഞ്ഞേ, ഞാനവരോട് ക്ഷമിക്കുന്നു, ഞാനവരോട് ക്ഷമിക്കുന്നു, ഞാനവരോട് ക്ഷമിക്കുന്നു. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. യേശു കർത്താവേ, എല്ലാ സാത്താന്യമായ മാന്ത്രിക നിഗൂഢതകളിൽ നിന്ന് ഇന്ന് രാത്രി എന്നെ തന്നെ ഞാൻ വിടുവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സാത്താന്യമായ ഉപരോധങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി ഞാൻ പുറത്തിറങ്ങുകയാണ്. പറഞ്ഞാട്ടെ, യേശു കർത്താവേ, ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ സകല ശാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പൊട്ടിമാറട്ടെ. അങ്ങയുടെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ. കർത്താവേ, അങ്ങയുടെ വിടുതൽ ഞാൻ ഏറ്റെടുക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, അങ്ങയുടെ വിടുതൽ ഞാൻ ഏറ്റെടുക്കുന്നു. യെസ് ലോർഡ്, അങ്ങയുടെ വിടുതൽ ഞാൻ ഏറ്റെടുക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാണ്ട്, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഒരിക്കൽ കൂടെ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. ശബ്ദം ഉയർത്തി നിർത്താതെ പറഞ്ഞാട്ടെ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. കർത്താവ്, അവണ്ണം തന്നെ നിന്റെ ജനത്തെ വിടുവിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, വിടുവിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, നന്ദി യേശുവേ, നന്ദി യേശുവേ, വിടുതലിനായി നന്ദി യേശുവേ, ഉപരോധങ്ങളെ തരണം ചെയ്യുന്നതിനായി നന്ദി യേശുവേ, തടസ്സങ്ങളെ നീക്കുന്നതിനാ നന്ദി യേശുവേ, പ്രതിസന്ധികളെ ഉടച്ചു കളയുന്നതിനാ നന്ദി യേശുവേ, ബന്ധനങ്ങളെ തകർക്കുന്നതിനാ നന്ദി യേശുവേ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ.
ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ അടിക്കടി വീണ്ടും ചെക്ക് ചെയ്തിട്ടും വീണ്ടും ചെക്ക് ചെയ്തിട്ടും കോവിഡിൻ്റെ പിടിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പൂർണ്ണ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സ്തോത്രം, ബ്രെയിൻ ഡാമേജ് ആയിരിക്കുന്ന അതേ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കാം. തലച്ചോറിന് പ്രയാസമുള്ളവർ, മൂക്കിൽ നിന്ന് രക്തം പുറത്തേക്ക് വരുന്നവർ, ഹല്ലേലൂയ ജീസസ്, ബലഹീനതകൾ, താങ്ക് യു ജീസസ്, സകലതം മാറിപ്പോകട്ടെ. എല്ലാ ക്യാൻസർ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. താങ്ക് യു ജീസസ്. എല്ലാ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അങ്ങനെ ആയിരിക്കുന്ന ഒരു അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. കാലിൻ്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങട്ടെ. കമ്പ്യൂട്ടറിരിക്കുന്ന വിഷയങ്ങൾ മാറിപ്പോകട്ടെ. ഫ്രാക്ചറുകളും അതിൻ്റെ സ്തോത്രം അതേ സൈഡ് എഫക്ട്സ് മാറിപ്പോകട്ടെ. ബ്ലഡ് പ്രഷറുകൾ നസ്രേന യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ബ്ലഡ് പ്രഷറുകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. നന്ദി കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ലാ ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ, ഭയങ്ങൾ, നിരാശകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ഈ ജനം സൗഖ്യമാകട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ ഒരത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. അവർക്കായി പ്രാർത്ഥിച്ചാട്ടെ. അങ്ങയുടെ വിലയേറിയ സൗഖ്യത്തിനായി സ്തോത്രം. 100 കണക്കിന് ജീവിതങ്ങൾ അതേ രോഗ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരത്ഭുതകരമായി സൗഖ്യമാകട്ടെ. ലെറ്റ്സ് പ്രേ ടുഗദർ. ഇപ്പോൾ തന്നെ ആത്മനിറവിൽ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. അത്ഭുതങ്ങളെ ദൈവമേ വിശ്വസകർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സാക്ഷാൽ യേശു ഞങ്ങളുടെ രോഗങ്ങളെ വഹിച്ചു അവിടെ ഞങ്ങളുടെ വേദനകളെ ചുമന്നിരിക്കുന്ന രാത്രി ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ തൃക്കരങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങയുടെ വലിയ വിടുതൽ അവിടെ മേൽ കടന്നു വരുമാറാകട്ടെ. അങ്ങയുടെ വലിയ വിടുതൽ അവിടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. അങ്ങയുടെ വിലയേറിയ അത്ഭുതം സ്തോത്രം അവിടെ ജീവിതങ്ങളെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. ഉച്ചം തല മുതൽ പാദം വരെ ദൈവത്തിന്റെ സൗഖ്യം അവിടെ മേൽ ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. വിടുവിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ആദരിക്കുകയും കഥാവ് വിടുവിക്കുകയും ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. സാമ്പത്തികമായി പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട്, കുടുംബമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, പ്രമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിൽ വിവിധ ക്രമത്തിലുള്ള സ്തോത്രം ഞെരുക്കങ്ങളായിരിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ അത്ഭുത സൗഖ്യവും വിടുതലും അവിടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അവർ ഒതുക്കി കളയുന്നതായ എല്ലാ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുനഃവിടുതലിനായി സ്തോത്രം. അങ്ങയുടെ അത്ഭുതകരം കൂടിയിരിക്കും. തിരുനാമത്തെ മഹത്വപ്പെടുത്തും, ആദരിക്കും, ആശീർവദിക്കും. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ സെഷൻ ഇവിടെ തീരുന്നു എങ്കിലും ദൈവകൃപയാൽ ആ വചനത്തിൻ്റെ സത്യങ്ങളെ ഏറ്റെടുക്കുക. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. പിശാചിൻ്റെ ക്ലെയിമുകളെ, പിശാചിൻ്റെ അവകാശവാദങ്ങളെ തകർക്കുക.